അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സോളിഡ് ബിസിനസ് ക്ലബ് ഭാരവാഹികളെ, അതേപോലെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള സംരംഭകരെ, സോളിഡ് ബിസിനസ് ക്ലബ് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ബിസിനസ്സുകാർക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം വരുന്ന, ബിസിനസ് ജീവിതത്തിൽ ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്ത തരങ്ങളിലായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകി വരിക എന്നുള്ളത് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പണത്തെക്കാൾ ഏറെ ആവശ്യമുള്ളത് ശരിക്കും ഇൻഫർമേഷൻസ് ആണ്. ഈ ഇൻഫർമേഷൻസ് കൂടുതലും എക്സ്പീരിയൻസിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. എക്സ്പീരിയൻസ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് നല്ലൊരു ബിസിനസ് കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരിക. ഒരാൾക്ക് പറ്റിയ അബദ്ധം മറ്റൊരാൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായും പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ ഈ കാലഘട്ടത്തിനനുസരിച്ച്, പ്രത്യേകിച്ച് AI യുഗത്തിൽ നമ്മൾ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് സോളിഡിനെ നിങ്ങളും ഉപയോഗപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ കിട്ടിയിരിക്കുന്നത് മീഡിയ വണ്ണിൽ കൂടി ഡിജിറ്റൽ രംഗത്തേക്ക് കടന്നു വരികയും അതേപോലെ ഈ പറഞ്ഞ രീതിയിൽ എക്സ്പീരിയൻസ് കൊണ്ട് ജീവിതത്തിലെ ബിസിനസ് കൊണ്ടു നടക്കേണ്ടുന്ന ആവശ്യകതയ്ക്ക് വേണ്ടി ഡിജിറ്റൽ രംഗത്ത്, AI രംഗത്തും ഡിജിറ്റൽ രംഗത്തും ധാരാളം പഠനങ്ങൾ നടത്തുകയും ആ പഠനം തന്നിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ തയ്യാറാവുകയും ചെയ്ത വലിയ മനസ്സിനുടമയാണ് നമ്മുടെ നൗഫൽ സാഹിബ്. നൗഫൽ പിക്ലൂണിന്റെ CEO പ്ലസ് കോ ഫൗണ്ടറാണ്. വളരെ സന്തോഷപൂർവ്വം ഇതിനു മുമ്പ് ഒരു സെഷൻ നടത്തിയിരുന്നു ഗൂഗിൾ ഷീറ്റുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് പേഴ്സണലായിട്ടും ഇപ്പോൾ പുതിയ അങ്ങനത്തെ സെഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സെഷനുകളിലും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, പിക്ലൂണിന്റെ ഇൻസ്റ്റഗ്രാം പേജും നൗഫലിന്റെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. സോളിഡിലൂടെയും അത്തരം ക്ലാസ്സുകൾ നമ്മൾ ഇദ്ദേഹത്തിനെ ഉപയോഗിച്ചും മറ്റ് പ്രൊഫഷണലുകളെ ഉപയോഗിച്ചും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ അത് ഞങ്ങളെ അറിയിച്ചാൽ നമുക്ക് അത്തരം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് എക്സ്പെർട്ട് ആണെങ്കിൽ ആ എക്സ്പെർട്ട്നെസ് നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അത്തരം നിങ്ങളുടെ കഴിവുകൾ കൂടി ഈ ഒരു വോളണ്ടിയർഷിപ്പിലൂടെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്തി തീർക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നൗഫൽ സാഹിബിന്റെ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗിലാണ്. ഗൂഗിൾ എന്ന് പറയുന്നത്, ഗൂഗിളാണ് ശരിക്കും നമ്മുടെ ബിസിനസ്സിനെ ഒക്കെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതിലൂടെ വളരെ ആ ഒരു രംഗത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് കിട്ടിയ ഫാക്കൽറ്റി, ആപ്റ്റായിട്ടുള്ള ഫാക്കൽറ്റിയാണ്. നൗഫൽ സാഹിബിനെ ആദരപൂർവ്വം ക്ലാസ്സുകൾ എടുക്കാൻ വിനീതമായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫൽ സാഹിബ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഈ ഒരു സെഷൻ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വെബിനാറിൽ സാധാരണഗതിയിൽ ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു വഴി നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക, പ്ലസ് മെസ്സേജ് ചാറ്റ് അതിൽ വൃത്തിയായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് നിങ്ങൾ ചാറ്റ് അതാണ് ആക്ച്വലി നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് എങ്ങനെയാണ് ഓഡിയൻസിനനുസരിച്ചാണല്ലോ നമ്മുടെ പ്രസന്റേഷൻ നന്നാക്കണം, അല്ലെങ്കിൽ പ്രസന്റേഷൻ മോശമായിട്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എനർജി കൂട്ടാനും കുറക്കാനും, അല്ലെങ്കിൽ എനർജി ഓട്ടോമാറ്റിക്കലി കുറയാനും കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം 8:35 സമയം. 9:10 ഈ ആക്ച്വലി ഈ വൺ വേ സെഷൻ അവസാനിപ്പിച്ചിട്ട് കുറച്ചും കൂടെ നമ്മുടെ സംശയങ്ങൾക്കുള്ളൊരു സമയം കൂടെ കൊടുത്ത് 9:30 നമ്മൾ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നത്. അതൊക്കെ നമ്മുടെ റെസ്പോൺസിനനുസരിച്ചായിരിക്കും.
എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 6 എന്ന് ടൈപ്പ് ചെയ്താൽ എത്ര 6 ടൈപ്പ് ചെയ്ത് നമുക്ക് റെഡി ആയിട്ടൊന്ന് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. ആക്ച്വലി ഇതിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇതിന്റെ പേര് ഗൂഗിൾ മൈ ബിസിനസ് എന്നായിരുന്നു. ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ള GMB എന്നുള്ള ഷോർട്ട് നെയിമിലായിരുന്നു ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ളത്. ഇപ്പം ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹലീംക നമ്മളെ സെക്രട്ടറി നമ്മൾ പറഞ്ഞത് സോയിൽ ബിസിനസ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഷാലിംക. നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയ വൺ TV ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൺവേർജൻ ജേർണലിസം, അതായത് ന്യൂ മീഡിയ ജേർണലിസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അന്ന് തുടങ്ങിയതാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈനിലുള്ള അതിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്. വളരെ രസകരമായിട്ടാണ് അന്ന് ഗൂഗിൾ ലോക്കൽ ഗൈഡ്സ് എന്നുള്ള ഒരു ടാബിലേക്ക് എത്തുന്നത്. അതിൽ നമ്മൾ സാധാരണ ബിസിനസ് ഒക്കെ കാണുമല്ലോ, നമ്മൾ നാട്ടിലൊക്കെ ബിസിനസ് കാണുന്ന സമയത്ത് ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ആ ഡോക്ടറെ തെരഞ്ഞിട്ട് എങ്ങനെ നോക്കിയിട്ട് ഈ ഗൂഗിളിൽ കാണുന്നത്. അങ്ങനെ ഡോക്ടറെ പേര് ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡോക്ടറെ ക്ലിനിക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് ആക്ച്വലി. അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ചെയ്ത് ഏകദേശം അതിന്റെ 8th സ്റ്റേജ് ലോക്കൽ ഗൈഡ്സ്, നിങ്ങൾക്ക് ലോക്കൽ ഗൈഡ്സിന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും. ആർക്കെങ്കിലും ലോക്കൽ ഗൈഡ്സിന് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ലോക്കൽ ഗൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അതിലേക്ക് ഫ്രീ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ കുറെ ആളുകൾ ലോക്കൽ ഗൈഡ്സ് ഉണ്ട്. ലോക്കൽ ഗൈഡ്സ് ആയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മളൊരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, സ്ഥാപനങ്ങള് നമുക്കൊക്കെ ലിസ്റ്റ് ചെയ്യാം. ആ പബ്ലിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഗൂഗിൾ ഇല്ല എങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണ് കാര്യം. അപ്പം ഇത് ലിസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ അതിന്റെ ഗൂഗിൾ ലോക്കൽ ഗൈഡ്സിൽ 8th സ്റ്റേജിലെത്തി. അങ്ങനെ ഒരു 5th സ്റ്റേജിലെത്തിയ സമയത്താണ് ഗൂഗിൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ഗൂഗിളിന്റെ ഹാക്കത്തോൺ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അന്ന് ഗൂഗിളിൽ മാപ്പ് മേക്കർ ആയിരുന്നു, മാപ്പ് മേക്കേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ റോഡൊക്കെ നമ്മൾ അന്ന് ഗൂഗിളിൽ നമ്മൾ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം പക്ഷെ അവരെന്നെ ഗൂഗിൾ എല്ലാ സ്ഥലങ്ങളിലൂടെ, നമ്മളൊക്കെ നാട്ടിൻ പുറത്തു കൂടെ വളരെ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ പോലും ഗൂഗിളിന്റെ കാറ് ആക്ച്വലി ഗൂഗിളിന്റെ 360 വീഡിയോ 360 ഫോട്ടോ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാറുകൾ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ വഴികളും, ഓൾമോസ്റ്റ് എല്ലാ വഴികളും ഗൂഗിൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മാപ്പ് മേക്കേഴ്സ് ഇല്ല. അങ്ങനെയാണ് പിന്നെ ഗൂഗിൾ ലോക്കൽ ഗൈഡ്സിനെ നിർത്തിയത്. ഇപ്പോഴും ഗൂഗിൾ ലോക്കൽ ഗൈഡ്സിന്റെ പണി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം. പബ്ലിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ കാലിക്കറ്റ് ബീച്ചിൽ ആരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ അത് റിപ്പോർട്ട് ചെയ്യുന്ന പണിയൊക്കെയാണ് ഗൂഗിൾ ലോക്കൽ ഗൈഡ്സ് ചെയ്യാറുള്ളത്. ഗൂഗിൾ ലോക്കൽ ഗൈഡ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ആക്സസ് ചെയ്യാം. പറഞ്ഞു വന്നത് ഇതിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഗൂഗിളിലെ ട്രസ്റ്റഡ് ഫോട്ടോഗ്രാഫറിലുള്ള ഒരാളാണ്. അതായത് നമ്മളുടെ 360 ഫോട്ടോസ് നമ്മൾ മൊബൈലിൽ തന്നെ എടുത്തിട്ട് ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് 360 ഫോട്ടോസ് എന്നുള്ളത്. അത് നമ്മളെ ബിസിനസ്സിനൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അങ്ങനെ അത് അപ്ലോഡ് ചെയ്താക്കിയിട്ട് ഗൂഗിൾ ട്രസ്റ്റഡ് ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു പട്ടം കൂടെയാണ് എനിക്കുള്ളത്. അപ്പം ഇഫ് യുവർ ബിസിനസ് ഇസ് നോട്ട് വിസിബിൾ, നിങ്ങളുടെ ബിസിനസ് ഗൂഗിളിൽ ലിസ്റ്റഡ് ആയിട്ട് ഞാനുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിൽ ശരിക്കും ക്രിയേറ്റ് ചെയ്ത്, ഞാൻ നോക്കിയപ്പം ഏകദേശം 40% ആളുകൾ ബിസിനസ് പ്രൊഫൈൽ ലിസ്റ്റ് ചെയ്തില്ല. നമ്മളെ ഇതില് ക്വസ്റ്റ്യനറിൽ കൊടുത്ത സമയത്ത്. അപ്പം ഞാൻ ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വർക്ക്ഷോപ്പ് അല്ല. നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഗൂഗിൾ ബിസിനസ് എന്നുള്ളത്, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമ്മളെ ബിസിനസ് സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഈ പുതിയ കാലത്ത് AI കാലത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. അതിൽ ഓരോ സാധനങ്ങളും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബിസിനസ് ഗൂഗിൾ ഇല്ല എങ്കിൽ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ നോട്ട് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ 2010 ശേഷം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2010 2010 മുമ്പ് 2010 ശേഷം. ഇതിന് ശേഷം 3 തരം ബിസിനസ്സുകളാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ ബിസിനസ്സുകൾ, രണ്ടാമത്തത് മോഡേൺ ബിസിനസ്, മൂന്നാമത് ഹൈബ്രിഡ് ബിസിനസ്. ട്രഡീഷണൽ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഒന്നും വരാതെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഹൈബ്രിഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈനിലും ഉണ്ട്, പക്ഷെ അവർക്ക് ഓഫ്ലൈനിലൂടെ ബിസിനസ് വരുന്നുണ്ട്, ഓൺലൈനിലും കൂടെ ബിസിനസ് വരുന്നുണ്ട്. ആളുകൾ സെർച്ച് ചെയ്യാനും അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബിസിനസ് മെയിൻലി നടക്കുന്നത് ഓഫ്ലൈനിലാണ്. മൂന്നാമത്തത് പ്യുവർലി ഓൺലൈൻ ബിസിനസ്സുകളാണ്. ഓൺലൈൻ ബിസിനസ്സുകൾ അവര് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോർ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവർക്ക് ക്ലൗഡ് കിച്ചൺ പോലെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സ്റ്റോർ ഉണ്ടാവും, പക്ഷെ അത് ലിസ്റ്റഡ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ കംപ്ലീറ്റ് ഓൺലൈനിലൂടെ ആയിരിക്കും അവരുടെ വ്യവഹാരങ്ങൾ. അപ്പം ഇതാണ് 2010 ശേഷം ഉണ്ടായ മാറ്റം. അപ്പം ഈ അർത്ഥത്തിൽ 3 തരം ബിസിനസ്സുകളാണ് നമുക്ക് ഇനി കാണാൻ സാധിക്കുക. അപ്പം ഇനിയുള്ള AI കാലത്ത് ഇവർക്ക് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ
നമ്മളെ ഓൺലൈനിൽ വിസിബിൾ ആയാൽ മതിയാവും. ഗൂഗിളിൽ നമ്മളെ സെർച്ചിങ് എന്നുള്ളത് മാറിയിട്ട് ചാറ്റ് ജിപിടിയിലേക്കും ക്ലൗഡിലേക്കും പിന്നെ ജെമിനയിലേക്കൊക്കെ സെർച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയൊക്കെ അവർക്ക് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിസിബിൾ ആയേ മതിയാകൂ. പുതിയ ജനറേഷൻ ആക്ച്വലി അവർ ഓൺലൈൻ അഡിക്റ്റഡ് ആണ്. അവർ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടാണ് ഒരു ചായ കുടിക്കാൻ പോലും പോവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഒരു 30 ഏജിന് മുകളിലുള്ള ആൾക്കാര് താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവർ ഏത് സാധനം ഗൂഗിളിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 2014 ഗൂഗിൾ ബിസിനസ് പ്രൊഫൈല് അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഈ ഈ ബിസിനസ്സുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ വന്നിട്ടുള്ളത്. 2021 അതിന്റെ കമ്പനീന്റെ പേര് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നിന്ന് റീബ്രാൻഡ് ചെയ്തത്. ആക്ച്വലി ഈ സാധനത്തിന് മിനിമം ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങൾക്ക് ഇതിൽ കുറച്ചെങ്കിലും ഒരു 30 ഏജ് മുകളിലുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും അറിയാം. ഗെറ്റ് ഇറ്റ്, യെല്ലോ പേജസ്, അതുപോലെ തന്നെയുള്ള ഡയറക്ടറികൾ, ഫോൺ ഡയറക്ടറികൾ പരിചയമുള്ള ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു എസ് ടൈപ്പ് ചെയ്യുക, എസ് ടൈപ്പ് ചെയ്താണ് ഫോൺ ഡയറക്ടറികൾ അറിയുന്ന ആൾക്കാർ. അതെ, ഉണ്ടായിരുന്നില്ല, നമുക്കറിയാലോ. ഫോൺ ഡയറക്ടറികൾ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് നമ്മൾ കൊടുന്ന് കുറച്ചും കൂടി നന്നായിട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500, അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ തെരഞ്ഞ് കണ്ടെത്തിയിരുന്നത്. ഇന്ന് ഫോൺ ഡയറക്ടറി ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? യെല്ലോ പേജസ്, ഗെറ്റ് ഇറ്റ്, അതുപോലെ ജസ്റ്റ് ഡയലൊക്കെ പിന്നെ അതിന്റെ അതേ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഡയൽ ഓൺലൈനിലേക്ക് വന്നത്. ജസ്റ്റ് ഡയലൊക്കെ വന്ന ശേഷം ഈ ഗൂഗിൾ ഈ ബിസിനസ് പ്രൊഫൈൽ ലോഞ്ച് ചെയ്തതിനു ശേഷം വന്നിട്ടുള്ള ഡിസ്റപ്ഷൻ ആണ് ആക്ച്വലി ഈ പറഞ്ഞ യെല്ലോ പേജസിനും ഗെറ്റിനൊക്കെ സംഭവിച്ചത്. അത് നാമാവശേഷമായി. ആ കമ്പനി ആ പ്രൊഡക്റ്റ് നിർത്തേണ്ടി വന്നു. കാരണം ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ അടുത്തുള്ള സാധനങ്ങൾ കാണാൻ കഴിയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബിസിനസ്സുകളെ മാനേജ് ചെയ്യാൻ ഗൂഗിൾ ഒരുപാട് സർവീസുകൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം നമുക്ക് ഗൂഗിൾ തരുന്ന സർവീസിൽ മെയിൻ സ്റ്റാൻഡേർഡ് സർവീസ് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം പെർ മന്ത് 5,000 9,000 സർവീസാണ് നമുക്ക് അവർ ഫ്രീ ആയിട്ട് തരുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റ്. അതിൽ പക്ഷെ വേറെയും കുറെ ഉദ്ദേശങ്ങളുണ്ട്. അവർക്ക് വേറെ പെയ്ഡ് സാധനങ്ങൾ അതിന്റെ ഒപ്പം കൂടെ പോകുന്നുണ്ട്. അതൊക്കെ ശരിയാ. ഗൂഗിൾ മാപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് പോലെ, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഫ്രീ ആയിട്ട് വരുന്ന പോലെ, യൂട്യൂബ് ഫ്രീ ആയിട്ട് തരുന്നത് പോലെ ഇതിനൊക്കെ കൂടെ അവർ ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിഹൗ ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് തരുന്ന സർവീസുകൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇതിൽ ഗൂഗിളിൽ നമ്മളൊരു കമ്പനിനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിൾ ഒരു കമ്പനി സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന സംഗതികൾ, ഒന്ന് നമ്മൾ നേരെ വന്നാണ്ട് ഇപ്പൊ എല്ലാവരും സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ നേരെ വന്നിട്ട് പിന്നെ എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത് ചിലപ്പോൾ നേരെ അടിച്ചിട്ട് ഇപ്പൊ റെസ്റ്റോറൻറ്റ് കഴിക്കാനും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യാം. റെസ്റ്റോറൻറ്റ്സ് നടി ഈ റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ട് ചെയ്യുന്നത് അവിടെ ഒന്ന് നിയർ മീ എന്നുള്ള സെർച്ച് ടൈമാണ് അവർ എടുക്കുക. നിയർ അടുത്തുള്ള, അത് നിങ്ങൾ നിയർ മീ എന്ന് പ്രത്യേകം അടിക്കണോ എന്നൊന്നും ഗൂഗിളിനില്ല. നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ അത് ട്രാക്ക് ചെയ്ത് നിങ്ങൾ ലൊക്കേഷന് ഓൺ ആക്കി കൊടുക്കാൻ അത് ആക്സസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിയർ മീ ആയിട്ടുള്ള സാധനമായിരിക്കും ആദ്യം വരാം. ബെസ്റ്റ് പ്ലസ് സർവീസ്. ഈ ബെസ്റ്റ് സർവീസ് അവർക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിളിൽ വരുന്ന റിവ്യൂസിനനുസരിച്ചാണ്. റിവ്യൂസിലുള്ള ഓരോ ടാഗും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ബെസ്റ്റ് എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, സർവീസിന് എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ക്വാളിറ്റിന്ന് എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, ഡെലിവറിന് എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതൊക്കെ ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ബെസ്റ്റ് സർവീസ് എന്നൊക്കെ വന്ന സാധനങ്ങളെ അവർ നേരത്തെ കാണിച്ചു തരും. പിന്നെ ഡെഫിനറ്റ്ലി ഓപ്പൺ ആവും. രാത്രി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഓപ്പൺ ആവുന്ന സാധനങ്ങളെ കാണിച്ചു തരുള്ളൂ, അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് തന്നെ കാണിക്കും. പക്ഷെ എന്നാലും ഫസ്റ്റ് കാണിക്കുന്നത് ഓപ്പൺ ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അതിലെ സാധനം അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യാൻ പറ്റും. അത് സർവീസ് ഉപയോഗിച്ച ആളുകളെ റിവ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാനുള്ള ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലേക്ക് പോകാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിലുള്ള സംഗതികൾ. പിന്നെ കണ്ടന്റ് സ്ട്രാറ്റജി. ഗൂഗിൾ മൈ ബിസിനസ്സിലുള്ള കണ്ടന്റ് സ്ട്രാറ്റജിയാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതിൽ ഒന്നാമതായിട്ട് പോസ്റ്റ്, ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഇത് ഓരോന്നിന്റെയും സാധനങ്ങൾ നമുക്ക് അതിലേക്ക് കടക്കാം. പോസ്റ്റ്, ഓഫറുകൾ, അപ്ഡേറ്റ്സുകൾ, ഇതൊക്കെയാണ് ഒന്ന് വരാം. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ, സെൽഫ് ആസ്ക് ക്വസ്റ്റ്യൻസുകൾ, പിന്നെ ഫോട്ടോ കൺസിസ്റ്റൻസി. നമ്മളത് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഫോട്ടോസ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് നമുക്ക് തന്നെ ആഡ് ചെയ്ത് ആൻസർ കൊടുക്കാൻ പറ്റും. പോസ്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട സിംഗിൾ പോസ്റ്റിംഗ് ഫോർമുലയാണ്. ഇതിലേക്ക് എങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒന്ന്, ഓഫറുകൾ നമ്മൾ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ പോസ്റ്റുകൾ ഇടുമ്പോൾ നമ്മളുടെ ഓൺ പോസ്റ്റുകളും കുറച്ചും കൂടെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ബിഹൈൻഡ് ദ സീൻ 1 വീക്കിൽ നമുക്ക് ഒരു ദിവസമെങ്കിലും
നമ്മളുടെ ബിഹൈൻഡ് ദ സീൻ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വീഡിയോസ് സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് അതിലുള്ള ഇൻസൈറ്റ്സുകളാണ്. ഇൻസൈറ്റുകൾ നമുക്ക് അതിന് മുന്നേ കുറച്ചും കൂടെ എനിക്കൊന്നും ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവാതെ ഞാൻ അതിന്റെ ഇതിലേക്ക് വരാം. ഗൂഗിൾ മൈ ബിസിനസ് ആക്സസ് ചെയ്യുന്നത് മുതൽ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചത്. ഇത് എല്ലാവർക്കും നമുക്ക് ഗൂഗിൾ ഉണ്ടാവുമല്ലോ. ഗൂഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ നമ്മളെ ബിസിനസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ആകെ ചെയ്യേണ്ടത് നമ്മളെ ഇമെയിൽ ഐ ഡി നോക്കുക. ഇമെയിൽ ഐ ഡിയിലുള്ള സാധനം നമ്മൾ ഇമെയിൽ ഐ ഡിയിൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ മൈ ബിസിനസ് സെർച്ച് ചെയ്യുക. മൈ ബിസിനസ് സെർച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ജസ്റ്റ് മൈ ബിസിനസ് സെർച്ച് ചെയ്താൽ ഇപ്പം ഈ ഇമെയിൽ ഐ ഡിയിൽ എൻ്റെതായിട്ടുള്ള ഒരു ബിസിനസ് ഇവിടെ ഇല്ല. ഞാൻ ആക്ച്വലി പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് ഹലോ ഷെയർ ഞാൻ ഇതിലാണ് ഇതിൽ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ അടിച്ച പോലെ തന്നെ മൈ ബിസിനസ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇതേപോലെ തന്നെ നമ്മളെ ഫോണിലാണെന്നുണ്ടെങ്കിലും പിന്നെ ഡെസ്ക്ടോപ്പിലാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മളുടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ ജസ്റ്റ് മൈ ബിസിനസ് അടിച്ചാൽ മതി. ആ മൈ ബിസിനസ് അടിച്ചാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. ആക്ച്വലി കുറെ നമ്മളിതിൽ കണ്ടതിൽ ഒരു 40% ആളുകളെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരല്ല. ചിലപ്പോൾ വേറെ ഉള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വേറെ ഉള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി നമ്മുടെ കമ്പനിക്ക് അങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ട് എന്നറിയാം. നോക്കുമ്പോൾ നമ്മളെ കമ്പനിയിൽ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാം. പക്ഷെ വേറെ ആരെങ്കിലും അത് ലിസ്റ്റ് ചെയ്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അതിന്റെ ഓണർഷിപ്പ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരുടെയെങ്കിലും പ്രൊഫൈല് ഗൂഗിളിൽ ഉണ്ട്, പക്ഷെ അവർക്കല്ല, അതിന്റെ ഓണർ ആയിട്ടുള്ള നിങ്ങൾക്കല്ല അതിന്റെ ഓണർഷിപ്പ്. അങ്ങനെ ആർക്കെങ്കിലും അത് അറിയോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യോ. മെസ്സേജിങ് ഓപ്ഷൻ ഓൺ എന്നല്ലേ? ടെക്സ്റ്റ് മെസ്സേജ് ഓൺ എന്നല്ലേ? ഹലോ ഓക്കെ. അപ്പം ഇതിൽ ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷെ ഇതിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഏതാണോ നമ്മൾ പ്രൊഫൈൽ എടുക്കുക ജസ്റ്റ് വ്യൂ പ്രൊഫൈൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ എടുക്കുക, റിവ്യൂസ്, റീഡ് റിവ്യൂസ്, ഫോട്ടോസ്, പോസ്റ്റ്. ഇതാണ് നമുക്ക് പറഞ്ഞ പോസ്റ്റുകൾ ആഡ് ചെയ്യാനുള്ളത്. നമ്മളെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാനുള്ള ഒരു ആപ്പാണ്. ഇത് നമ്മൾ അഡ്വർടൈസ്മെന്റിനാണ്. പിന്നെ QR കോഡ്, ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് വന്നൊരു ഓപ്ഷനാണ് QR കോഡ്. ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളതിൽ കൊടുക്കാൻ കഴിയും. അപ്പൊ ഇപ്പൊ എഡിറ്റ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബിസിനസ് നെയിം. നമ്മളിപ്പോ ഇവിടെ പിക്ലോൺ എന്ന് കൊടുത്താൽ, ഞാനിപ്പോ ഇന്നലെ ഒരു കമ്പനിയുടെ ഒരു പ്രൊഫൈൽ കണ്ടു. അവര് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, പിന്നെ എന്താ പറയുക, കണ്ടന്റ് സ്ട്രാറ്റജി, അങ്ങനെ ഒരു വലിയൊരു 3 ലൈനുള്ളൊക്കെ ബിസിനസ് നെയിമാണ് ആക്ച്വലി അവർ കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ഇങ്ങനല്ല നമ്മുടെ ബിസിനസിന്റെ നെയിം കൊടുക്കേണ്ടത്. എന്താണോ പ്രൈമറി നെയിം, ബ്രാൻഡ് നെയിം എന്താണോ ആ നെയിം തന്നെയാണ് കൊടുക്കേണ്ടത്. മറ്റേത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിസിബിലിറ്റി കുറച്ച് കൂടിയേക്കാം. ഉദാഹരണത്തിന് പിന്നെ ഇപ്പോൾ പിക്ലൂൺ ആണെന്നുണ്ടെങ്കിൽ പിക്ലൂൺ ഗിഫ്റ്റ് ആൻഡ് മെമന്റോ ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കീവേഡിൽ നെയിം കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കല് ഗൂഗിൾ വൺസ് ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ആണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഗൂഗിൾ എന്ത് ചെയ്യില്ല, അത് അപ്രൂവ് ചെയ്യില്ല. നമുക്ക് വെരിഫിക്കേഷൻ അവിടെ ഇങ്ങനെ പെൻഡിങ് ആയി നിൽക്കും. പിന്നെ അവർ അതിന്റെ ഇത് കൊടുക്കാൻ ചോദിക്കും. പിന്നെ രണ്ടാമതാണ് പ്രൈമറി കാറ്റഗറി. ഇത് നമ്മൾ പ്രൈമറി കാറ്റഗറി കൊടുത്തത് കണ്ടാൽ മനസ്സിലാവും, ഗിഫ്റ്റ് ഷോപ്പ് എന്ന്. ഇത് നേരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈമറി കാറ്റഗറി ട്രോഫി ഷോപ്പ് എന്നോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈ പ്രൈമറി കാറ്റഗറി മസ്റ്റ് ആയി ശ്രദ്ധിക്കേണ്ട സാധനം, വളരെ ഇമ്പോർട്ടന്റ്. അതായത് നിങ്ങളെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരാള് നിങ്ങൾ ഒരു ഇതാണ് എന്താണ് ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ മാനുഫാക്ചറിൽ നിന്ന് പ്രൈമറി കാറ്റഗറി എടുക്കാം. ഒരു 3 മുതൽ 5 വരെയുള്ള കാറ്റഗറി സബ് കാറ്റഗറീസ് കൊടുത്താൽ മതി. കാരണം ഡൈവേർട്ട് ചെയ്യാതിരിക്കാനാണ് അതാണ് നല്ലത്.
നമ്മളെ ബിസിനസ്സിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന സാധനങ്ങൾ അത് കൊടുക്കുക. ഇവിടെയൊക്കെയാണ് നമ്മൾ സെർച്ച്. ഈ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമ്പനിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, അതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് SEO ഡിസ്ക്രിപ്ഷൻ എന്ന് തന്നെ നമ്മളെ കമ്പനിയെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു 3-4 കാര്യങ്ങൾ കമ്പനി ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് നേരെ ജെമിനയിലോ ChatGPTയിലോ കൊണ്ടുപോയിടുക. എന്നിട്ട് ഗൂഗിൾ മൈ ബിസിനസ്സിലേക്കുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് വേണ്ടത്. SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ചോദിക്കുക. സ്വാഭാവികമായിട്ടും അത് നിങ്ങളെ മെയിൻ കോർ സർവീസസ്, മെയിൻ പ്രൊഡക്റ്റുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് അവർ കൊടുത്തോളും. അത് ആവശ്യത്തിന് അവർ കൊടുത്തോളും. വായിക്കാൻ വലിയ രസം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും അത് സെർച്ചിൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. പിന്നുള്ള നമ്മൾ സ്ഥാപനം തുടങ്ങിയതാണ്. പിന്നുള്ളതാണ് കോണ്ടാക്ട് നമ്പർ, പ്രൈമറി കോണ്ടാക്ട് നമ്പർ. ഈ കോണ്ടാക്ട് നമ്പറുകൾ പരമാവധി ആളുകളെ, ഒരു 50% ആളുകളുടെയും കോണ്ടാക്ട് നമ്പറുകൾ വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. വെരിഫൈ ചെയ്യാഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ഡെഫിനറ്റ്ലി ഇത് നമ്മൾ ഫൈനലി നോക്കുമ്പോൾ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് കസ്റ്റമർ ക്ലയന്റ് ഭാഗത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർ ഫോൺ നമ്പർ കാണുന്നുണ്ടാവില്ല. ഇത് വെരിഫൈഡ് ആവാതെ നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുന്നതുകൊണ്ടാണ്. വൺസ് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വെരിഫൈഡ് ആവാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെരിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട്, അതിനുള്ള ലിങ്കുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ആ ലിങ്കുകളിലൂടെ പോയി നിങ്ങളുടെ കമ്പനിയുടെ പ്രൂഫ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. മിക്കവാറും ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആവാത്ത ആളുകൾ ഇതിലുണ്ടാവും. ആരെങ്കിലും അങ്ങനെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ പ്രശ്നമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ക്ലിയർ ആവാതെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കും, പിന്നെ അത് കുറച്ചേരം കഴിഞ്ഞ ശേഷം പിന്നെ ഡിസേബിൾ ആവും. ഓക്കെ, നൈസ്. ഓക്കെ, വേറെ ആരെങ്കിലും? അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ ഇത് കുറച്ചും കൂടെ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ് ആണ് വെരിഫിക്കേഷൻ. പിന്നുള്ള വെരിഫിക്കേഷൻ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിലപ്പോൾ വീഡിയോ വെരിഫിക്കേഷന് അവർ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതായിരിക്കും നമ്മുടെ കമ്പനിയുടെ ഫോൺ നമ്പറോട് കൂടിയിട്ടുള്ള ബില്ല്, അതുപോലത്തെ പ്രൂഫുകളാണ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാനുവൽ വെരിഫിക്കേഷനിൽ പോയെങ്കിലാണ് പിന്നീട് നമുക്ക് ഇത് കിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗൂഗിളും പിന്നെ ഈ നെറ്റൊക്കെ ഏതോ കാലം മുതൽ തന്നെ ഈ എല്ലാവർക്കും ആക്സസ് ആകുന്നതിന് മുമ്പ് തന്നെ AI സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ AI ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഫിൽറ്റർ ഇടുന്നത്, ഇത് ഫേക്കാണല്ല എന്നുള്ളത്. വൺസ് AI ഇത് പിന്നെ ഇതെന്ത് ചെയ്യും, നിങ്ങളുടെ ഫോൺ നമ്പർ റിജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ കൊടുത്താലും അതങ്ങനെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അതിന് വേറെ തന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രത്യേക റിക്വസ്റ്റ് ചെയ്തതിന് മാത്രമേ അത് മാനുവൽ വെരിഫിക്കേഷനിലേക്ക് പോകുള്ളൂ. പിന്നെ അതുപോലെ ചാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാറ്റിന്റെ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് വാട്സപ്പ് മീ ബട്ടൺ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. വാട്സപ്പ് മീ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? വാട്സപ്പ് മീ ബട്ടൺ, നമ്മളിലേക്ക് മെസ്സേജ് വരാൻ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൺ, അത് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങളെ ഫോൺ നമ്പർ ChatGPTയിൽ കൊടുത്തിട്ട് ക്രിയേറ്റ് വാട്സപ്പ് മീ ലിങ്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സാധനം കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ wa.me/ നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടൺ ക്രിയേറ്റ് ആവും. ഈ ബട്ടൺ ഉണ്ടായി കഴിഞ്ഞാലുള്ള സൗകര്യം നിങ്ങൾക്ക് നേരെ ചാറ്റിലേക്ക് വരുന്നതാണ്, വാട്സപ്പ് ചാറ്റിലേക്ക് ആളുകൾ വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. നമ്മൾ ഫോണിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ചാറ്റ് ബട്ടണും കൂടെ ഓപ്ഷൻ ഓൺ ആവും. ചാറ്റ് ബട്ടണും കൂടെ ഓൺ ആക്കി കാൾ ബട്ടന്റെ പോലെ തന്നെ ചാറ്റ് ബട്ടണും കൂടെ ഓൺ ആവും. നേരെ നമുക്ക് വാട്സപ്പിലേക്ക് ചാറ്റ് പോകുന്നതാണ് ഇതിന്റെ ഒരു ഗുണം. ഓക്കെ, അപ്പൊ വാട്സപ്പിന്റെ ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാറ്റ് ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ. ആരാണ്? ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യോ ആരാണെന്ന് ഓൺ ആയിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെബ്സൈറ്റ് ഒക്കെ വെരിഫിക്കേഷൻ ആവശ്യമുള്ള സാധനമായിരിക്കും. വെബ്സൈറ്റിന്റെ ലിങ്ക് പെട്ടെന്ന് തന്നെ ആവണം. ഷോർട്ട് നെയിം, വേറെ എന്തെങ്കിലും ഷോർട്ട് നെയിമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെയിമിലാണ് നിങ്ങളെ ഇതുള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ ഫോണിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സർവീസിൽ എവിടേക്കാണ് വരുന്നത് എന്നുള്ളത്, ഓപ്പണിംഗ് ഡേറ്റ്, ഈ ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ എപ്പോൾ ഏത് സമയത്ത് വരും മുതൽ ഏത് സമയം വരെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾക്ക് ആ സമയത്ത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾക്കുള്ള എന്തൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളാണോ ഇതിലുള്ളത് അതൊക്കെയാണ് ഇതിലുണ്ടാവുക. അപ്പൊ നമ്മൾ അതിന് തിരിച്ചു പോകാം.
ഇനി കുറച്ചും കൂടെ ഉപകാരമുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിവ്യൂസ്. പിന്നുള്ളത് റിവ്യൂസ് ആണ്. റിവ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റുകൾ. ഈ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നതിന് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് 3 രൂപത്തിൽ നമുക്ക് നമ്മളുടെ ഇത് ആക്സസ് ചെയ്യാൻ കഴിയും. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈ ബിസിനസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിളിന്റെ നമ്മുടെ ഇതുണ്ടല്ലോ ഗൂഗിൾ മാപ്പ് നേരത്തെ ഗൂഗിൾ GMB ആയ സമയത്ത്, ഗൂഗിൾ മൈ ബിസിനസ് ആയ സമയത്ത് അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഗൂഗിൾ മാപ്പിലേക്ക് ഇന്റഗ്രേറ്റ് ആണ് ചെയ്തത്. ഗൂഗിൾ മാപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രൊഫൈല് ഇതിലേക്ക് കാണിക്കാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു സാധനം കാണിച്ചു. ഓക്കെ, മൊബൈലിലുള്ള വ്യൂ കാണുന്നുണ്ടാവും. മൊബൈൽ വ്യൂ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ എടുത്തു കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള വഴിയാണ്. ഗൂഗിൾ മാപ്പിൽ ഇതേപോലെ തന്നെ നമ്മൾ ഷോപ്പിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷോപ്പിന്റെ പേരല്ല സോറി, ഇത് ഇവിടെ തന്നെ നമ്മളെ ഈ ബട്ടൺ ഉണ്ടല്ലോ, നമ്മളെ പ്രൊഫൈൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറെ ഓപ്ഷൻ ഉണ്ട്. യുവർ പ്രൊഫൈലിന് കാണാം, യുവർ ടൈം ലൈനിന് കാണാം, ലൊക്കേഷന് കാണാം. ഇതിൽ ഏറ്റവും താഴെയായിട്ട് ആഡ് യുവർ ബിസിനസ്സിന് കാണാം. നിങ്ങൾക്ക് പ്രൊഫൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ആഡ് ചെയ്യാം. ഗൂഗിൾ ഡയറക്റ്റ് പോയിട്ട് ആഡ് ചെയ്യാം. ഇതൊക്കെ ഇതിൽ പറ്റുന്ന ഓപ്ഷൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണാൻ കഴിയും. ഇതിലാണ് നമുക്കുള്ളത്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ട് വന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. ഇവിടെയും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. എത്രയാണ് പിന്നെ നമ്മുടെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്, അപ്ഡേറ്റ്സുകളൊക്കെ ഇതിലൂടെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നേരെ ഗൂഗിളിൽ പോയിട്ടും നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൽ കിട്ടേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇതില് വളരെ സിമ്പിൾ പ്രോസസ് ആണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലേമാൻ, ഒരു സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണോ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അത്രയും സിമ്പിൾ ആയിട്ട് ഗൂഗിൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ടെക്നിക്കൽ നോളജും ഒരുപാട് കഴിവൊന്നും ആവശ്യമില്ല ഇത് ലിസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ജസ്റ്റ് ഓരോ ടാബ് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൽ ഓരോ ടാബ് കൊടുക്കുക. ടാബ് എടുത്തതിന് ശേഷം അതിൽ എന്താണ് മനസ്സിലാണ് ഞാൻ നേരെ AI ChatGPT ഏതെങ്കിലും ചോദിക്കുക. അതിനുള്ള കാര്യങ്ങളായി തന്നെ കൊടുക്കും. അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഈ സാധനം, അതായത് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക, പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യുക, അതുപോലെ തന്നെ റിവ്യൂസ്. നിങ്ങൾ കുറെ ആളുകൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നോക്കാതെ ഇട്ടേച്ച് പോയിട്ടുണ്ട്. അതിൽ നിങ്ങളെ കമ്പനിനെ കുറിച്ച് ചിലപ്പോൾ മോശമായിട്ടോ നല്ലതായിട്ടോ ആളുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ. ഈ റിവ്യൂവിന് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. നമ്മൾ ഈ ഫോണിലെങ്കിലും നിങ്ങൾ ഗൂഗിൾ മാപ്പിലെങ്കിലും നിങ്ങൾ ഇത് ആക്സസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ആരൊക്കെയാണ് റിവ്യൂവിന് ചോദിച്ചിട്ടുള്ളത്, റിവ്യൂ അടിച്ചിട്ട് റിപ്ലൈ കൊടുക്കാത്തത് ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവിടെ നമുക്കത് റിവ്യൂവിന് റിപ്ലൈ കൊടുത്താൽ മതി. അതുപോലെ റിവ്യൂസും മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നിന്നുള്ള ഒരു വാർത്ത, പാലക്കാട് നിന്ന് ഒരു 2 വർഷം മുമ്പാണ്. അവിടെ ഒരു ഹോട്ടലിന് മോശം റിവ്യൂ ഇട്ടാണ്ട് പോയ ആളെ ആ ഹോട്ടൽ ഉടമ പിന്തുടർന്നിട്ട് പോയിട്ട് തല്ലിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ആക്ച്വലി അത്ര ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഓഫ്ലൈൻ ബിസിനസ് മാത്രം ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഗൂഗിൾ. നമ്മളൊക്കെ ബിസിനസ്സിൽ റൂം എടുക്കാൻ പോകുന്ന സമയത്ത് പരിചയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഹോട്ടൽ നോക്കും. ഹോട്ടലിൽ നിന്ന് റിവ്യൂസ്, റൂം എങ്ങനെയാണെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഹോട്ടലിന്റെ ഉള്ളിൽ ഒന്നും കയറണ്ട, റിവ്യൂസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ദിവസം അറിയാതെ ബാംഗ്ലൂർ പോയ സമയത്ത് റൂം എടുത്തതിന് ശേഷമാണ് നോക്കുന്നത്. അപ്പോഴാണ് നോക്കുന്നത് പിന്നെ മൂട്ടകൾ ധാരാളം ഉണ്ട്, സൂക്ഷിച്ചോളി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നോക്കും. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇഷ്ടംപോലെ മൂട്ടകൾ വന്നിട്ട് പൊതിയാൻ തുടങ്ങി. അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ആളുകൾ പരിശീലിച്ചു വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ നേരെ പോയിട്ട് റിവ്യൂ ചെയ്യാനുള്ളത്. ഈ നമ്മളുടെ ബിസിനസ് ആണ് എങ്കിൽ ഈ റിവ്യൂസിനെ നിങ്ങൾ നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് മിസ്സായിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് ആക്ച്വലി ഗൂഗിൾ മൈ ബിസിനസ്സിൽ മെയിൻ ആയിട്ട് ഉള്ള ഒരു സാധനം. പിന്നെ ഉള്ളത്
ഓക്കെ, ഇതിൽ ഈ ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ പോസ്റ്റുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക, എപ്പോഴൊക്കെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനുള്ള ഒരു ചെറിയൊരു സാമ്പിളാണ്. ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ട് കൊടുക്കുക, ഒരു വീഡിയോ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് കൊടുക്കുക, ബിഹൈൻഡ് ദ സീൻ കൊടുക്കുക. അതുപോലെ പിന്നെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അതിൽ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. അതാണ് അതിന്റെ ഒരു ഗുണം. ഇനി ഇതിന്റെ ഒരു ഇൻസൈറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഇതിന്റെ പെർഫോമൻസ് ഞാൻ ഇതിൽ എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ പെർഫോമൻസ് നമ്മൾക്ക് നോക്കാൻ കഴിയും. ഇതിൽ എത്രയാണ് നമ്മുടെ കമ്പനിയിൽ. ഇതിൽ 770 ആളുകളാണ്, 777 പ്രൊഫൈൽ ഇന്ററാക്ഷൻസ് ആണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ 7 ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ടു. ഞാൻ ഈ ഒരു കുറഞ്ഞ സമയത്തിന്റെ ഇതിലുള്ള ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം 5042 പേരാണ് ഈ കാലയളവിൽ പിക്ലൂണിന്റെ ആളുകൾ കണ്ട പ്രൊഡക്റ്റ് കണ്ട ആളുകൾ. 696 ഇരുന്ന് കണ്ട. ഇത് ശ്രദ്ധിച്ചു നമ്മള് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ സെർച്ച് ചെയ്യുന്നത്. പിക്ലൂണിന് സെർച്ച് ചെയ്തിട്ടാണ് 205 ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ ട്രോഫി എന്ന സെർച്ചിൽ വന്നതാണ് 183 ആളുകൾ. പിന്നെ അക്രിലിക്കിന് സെർച്ച് ചെയ്തിട്ടാണ് 133 ആളുകൾ. ട്രോഫി ഷോപ്സ് നിയർ മീൻ സെർച്ച് ചെയ്തിട്ട് വന്ന ആളുകളാണ്. ഇനി ഒരുപാട് ബട്ടൺസ് ഉണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഷോപ്പിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, ആ ബട്ടൺസ് നിങ്ങൾ പ്രൈമറി ബട്ടൺസിൽ കൊടുത്തു കഴിഞ്ഞാലാണ് ഈ സംഗതികൾ വരിക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഈ ആസ്ക് ഫോർ റിവ്യൂസ് എന്നുള്ളതാണ്. സാധാരണ റിവ്യൂസിന് വേണ്ടിയിട്ട് ഹോട്ടലുള്ള ആളുകൾ, സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് വെക്കും. റിവ്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞങ്ങളെ സംബന്ധിച്ചോളം 1443 റിവ്യൂസ്, ശരിക്കും 1500-600ഓളം റിവ്യൂസ് ഉണ്ടായിരുന്ന ഇതാണ്. ഇത് ഇപ്പൊ റീസെന്റ് ഗൂഗിൾ ചെയ്തിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ AI ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും റിവ്യൂസ് അവർക്ക് ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ റിവ്യൂസ് അവർ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആളുകൾ റിവ്യൂ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 100ഓളം റിവ്യൂസ് അങ്ങനെ ഫേക്ക് ആണെന്ന് തോന്നിയ റിവ്യൂസുകൾ തിരിച്ചു വന്നതാണ്. അപ്പൊ ഇതിൽ ഇപ്പൊ ഉള്ള പ്രത്യേകം വെച്ചാൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ നിർത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ആവും. അപ്പൊ ഈ റിവ്യൂസ് ചോദിക്കാനുള്ള ടാബാണ് ഈ ടാബ്. ആസ്ക് ഫോർ റിവ്യൂസ് തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ ആൾക്കാർ നമ്മളിപ്പോ സാധാരണ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പം ഫർണിച്ചർ ഷോപ്പ് നമ്മൾ അടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഫർണിച്ചർ ഷോപ്പ് വരികയാണ് വിചാരിച്ചിട്ടുണ്ട്. ഇതിലിപ്പോ ഒരു ഫർണിച്ചർ ഷോപ്പ് വരുന്നു. ക്ലാസി ഫർണിച്ചർ കോട്ടക്കിൽ വന്നു. ഇതിന് റിവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ആളുകൾ എന്താ ചെയ്യുക, ഇതിന്റെ ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്ന ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് നേരെ ഷെയർ എടുത്തിട്ടാണ് ആളുകൾ ലിങ്ക് നമുക്ക് അയച്ചു തരും റിവ്യൂ ചെയ്യാനുള്ള സ്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഇവിടെയാണ് വരിക. ആളുകൾക്ക് ഇത് റിവ്യൂ ചെയ്യേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാവില്ല. നേരെ മറിച്ച് ഈ റിവ്യൂ ബട്ടൺ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, റിവ്യൂ ലിങ്കാണ്, ഈ ലിങ്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകത അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ പോലെ റിവ്യൂ ബട്ടണിലേക്കാണ്. നേരെ വേറെ ആൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. വേണ്ട, ഇവിടെ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ ഉള്ളൂ. നമുക്ക് ഇത് ഞാൻ നേരത്തെ റിവ്യൂ ചെയ്യുന്ന സാധനമാണ്, സ്വന്തം ഷോപ്പ് ആയതുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന സാധനമാണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവ്യൂ ചെയ്യാനുള്ള ബട്ടണിലേക്കായിരിക്കും ഇത് പോവുക. ഓക്കെ, അപ്പം ഇത് ഈ റിവ്യൂ ബട്ടൺ എടുക്കാൻ ശ്രദ്ധിക്കുക. റിവ്യൂ ബട്ടൺ എടുക്കാൻ പറ്റേണ്ട വഴികൾ ഒന്ന്, പിന്നെ നമ്മളുടെ ഈ ഫോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഗൂഗിൾ മാപ്പിൽ പോവുക, ഗൂഗിൾ മൈ ബിസിനസ് ആക്സസ് ചെയ്യുക, അതിൽ ആസ്ക് ഫോർ റിവ്യൂസ് കൊടുക്കുക. അല്ലെങ്കിൽ റീഡ് റിവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ആസ്ക് ഫോർ ഗെറ്റ് മോർ റിവ്യൂസ് എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കാണാം. ഈ ഗെറ്റ് മോർ റിവ്യൂസിലും നിങ്ങൾക്ക് റിവ്യൂ കിട്ടാൻ പറ്റും. അതുപോലെ ഇവിടെയൊക്കെയാണ് നിങ്ങൾ റിവ്യൂസ് വരുന്നത്. റിവ്യൂസിനൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കണം. ഈ റിപ്ലൈ മാത്രമല്ല, ഇത് ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. രണ്ടാമത് പിന്നെ നമ്മളെ കമ്പനിയിലേക്ക് ആളുകൾ എത്തുന്നത്, അതായത് ഇതും കൂടെ ഞാൻ കാണിച്ചിട്ട് നമ്മൾ ഈ സെഷൻ തൽക്കാലം നമുക്ക് ആ ബാക്കിയുള്ള ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഇങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ആളുകൾ എത്തുന്നതിന്റെ ഒരു സാധനം കേട്ടോ. ഈ ഗൂഗിൾ സെർച്ച് ഗൂഗിൾ സെർച്ചിലൂടെ കഴിഞ്ഞ ഒരു ലാസ്റ്റ് 30 ഡേയ്സിൽ വന്ന, ഞാൻ നേരെ പറയുന്നത് 37 ആളുകളാണ് ഓർഡറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാ 46,676. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് കൊടുത്തില്ല. ആക്ച്വലി ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഗൂഗിളിൽ പ്രത്യേകിച്ച് ഫോട്ടോസ് പോലും പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന റിവ്യൂസ്, നേരത്തെ ഇട്ടിരുന്ന വീഡിയോസ്, നേരത്തെ ഇട്ടിരുന്ന പോസ്റ്റുകൾ, നേരത്തെ ഇട്ടിരുന്നുള്ള കമന്റുകൾ, ഇതൊക്കെയാണ് ആളുകൾക്ക് ഇതിൽ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. 1400 റിവ്യൂസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ
ഈ റിവ്യൂസ് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ആളുകൾ നിങ്ങളെ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരാന്നുണ്ടെങ്കിൽ അവർക്കവിടെ പറയാം, യു ജസ്റ്റ് ഗോ ടു പിക്ലൂൺ ആൻഡ് സെർച്ച് അവർ നെയിം. നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അതിലുണ്ട്, ഈ കമ്പനീനെ ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ തന്നെ വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൂഗിളിൽ മാൾ പ്രാക്ടീസ് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒരു റിവ്യൂ പിക്ലൂണിൽ മോശമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. അവരിട്ട റിവ്യൂസിന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു റിവ്യൂസ് കാണിച്ചത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മോശം റിവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കും വേണ്ട, നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്താൽ മതി. എന്താണെന്നുള്ളത് ഞങ്ങൾ പ്രശ്നത്തെ ഞങ്ങൾ അഡ്രസ് ചെയ്തോളാം, പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ അത് ക്ലിയർ ആക്കിക്കോളാം എന്നുള്ള ഒരു സാധനം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പം അത് അവർ റെസ്പോണ്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിലാണ് ആളുകൾ കൂടുതൽ നിങ്ങളെ സംശയിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ റിപ്ലൈ കൊടുത്തതല്ലാതെ നിങ്ങളുടെ റിവ്യൂസിൽ ഒരു സ്റ്റാർ കൂട്ടാനോ കുറയ്ക്കാനോ, അവർ റിവ്യൂസിൽ എന്തെങ്കിലും പറഞ്ഞതിന് ഇതിന് എന്തെങ്കിലും ഒന്ന് പിന്നെ മറുപടി കൊടുക്കാനോ സോറി, അത് എഡിറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് സാധ്യല്ല. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് പ്ലേസ്ഡ് ആൻ ഓർഡർ കസ്റ്റമർ 3D ലാമ്പ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളാണ്. ആക്ച്വലി ഞങ്ങൾ അവരെ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്തൊക്കെ കൊടുക്കുന്നു, പക്ഷെ അവർക്ക് അവരുടെ ദേഷ്യം സഹിക്കാൻ വയ്യാതെയാണ് അവർ ഇട്ടത്. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങൾ ആ ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ സർവീസ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും, ഈ സംഗതികളൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇതിനോട് ഗുണം. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാറ്റ് ജി പി ടി കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന കുറച്ചും കൂടെ ബാക്കോട്ട് പോകും. ഇതിൽ നമ്മളെ ഇതിലേക്ക് വന്നിട്ടുള്ള ആളുകളെ ടോട്ടൽ റിപ്പോർട്ടുകളാണ്. ഇതിൽ എവിടുന്നൊക്കെയാണ് ആളുകൾ നമുക്ക് ഡയറക്റ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ചാറ്റ് ജി പി ടി എന്ന് കാണാൻ പറ്റും. ചാറ്റ് ജി പി ടി മാത്രമല്ല പെർപ്ലക്സിറ്റി എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊക്കെ ഇനിയുള്ള വരുന്ന കാലത്തിനുള്ള ഒരു സാധ്യതകളാണ് ഈ പെർപ്ലക്സിറ്റി, ചാറ്റ് ജി പി ടി, ജെമിനൈ. ഇതിലൊക്കെ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എഐക്ക് ആകെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സംഗതിയാണ് നിങ്ങളുടെ റിവ്യൂസ്, നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ. ആക്ച്വലി നിങ്ങളൊരു ഓഫ്ലൈൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടായേ തീരൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ ഈ ഹൈബ്രിഡ് ബിസിനസ് പറഞ്ഞല്ലോ, ആളുകൾ കോൾ ചെയ്യാൻ പോലും നിങ്ങളെ സ്ഥാപനത്തിന് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ പുതിയ ആളുകൾ വന്നാണ് ചോദിക്കുന്ന എന്തെങ്കിലും നല്ല ഫർണിച്ചർ ഷോപ്പ് ഏതാണെന്ന്, അങ്ങനെയാണ് ഇപ്പൊ ആളുകൾ സെർച്ച് ചെയ്യുക. ഫർണിച്ചർ ഷോപ്പ് നിയർമീന്നല്ല, എനിക്ക് പിന്നെ ഒരു 10,000 രൂപക്ക് ഒരു ടേബിൾ കിട്ടാൻ പറ്റാവുന്ന ഫർണിച്ചർ ഷോപ്പ് എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ആ ഫർണിച്ചർ ഷോപ്പ് ഏതാണെന്ന് കാണിച്ചു തരാൻ പറ്റുന്ന സമയത്ത് ഇവര് ഈ നമ്മുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നോക്കിയിട്ട് അതിന്റെ പ്രൈസിങ് ഒക്കെ നോക്കിയിട്ടാണ് ഇതിന് ഡാറ്റ എടുക്കാൻ കഴിയുള്ളൂ. ആക്ച്വലി ഈ ഓൺലൈനിൽ കൊടുത്ത ഡാറ്റ കൊണ്ട് മാത്രമാണല്ലോ എഐക്ക് എടുക്കാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, 9:10 ആയിട്ടുണ്ട്. താങ്ക് യു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ബാക്കി അതില് വിശദാക്കാവുന്ന നമുക്ക് തോന്നുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? Thank you, sir. It was a wonderful session. വെൽക്കം. ഓക്കെ, ഇനി എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിസിനസ് നെയിം മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒന്ന് ചോദിച്ചിരുന്നു. ബിസിനസ് നെയിം മാറ്റാൻ പറ്റും. ബിസിനസ് നെയിം മാറ്റുന്ന സമയത്ത് അത് റിവ്യൂസിൽ ചോദിക്കാറുണ്ട്. റിവ്യൂ ചോദിക്കുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാനുവൽ റിവ്യൂലേക്ക് പോകണം എന്നുണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റും. സാർ, നമ്മളെ സ്ഥാപനം ഇപ്പൊ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിലാണെങ്കിൽ അപ്പൊ അതിൽ കുറെ കടകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യുക? അതില് ഇഷ്യൂസ് വരുമോ? ഇല്ല, കോംപ്ലക്സിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലൊക്കെ ലിസ്റ്റ് ചെയ്യാം. കോംപ്ലക്സിന്റെ ഉള്ളിലൊക്കെ നമ്മളിപ്പോ കേരളത്തിന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഷോപ്പുകൾ തന്നെ ആയിരിക്കും ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പം അവിടെ പിന്നെ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ നെറ്റിൽ കാണാൻ പറ്റും പ്രൊഡക്റ്റ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാന്നുള്ളത്. പ്രൊഡക്റ്റുകളും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് അപ്ഡേറ്റുകൾ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഇതിന്റെ ഓപ്ഷൻസുകൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 360 ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതണ്ട ഈ ഫോട്ടോസ്
ഇത് ആക്ച്വലി നിങ്ങളെ ഷോപ്പ് നിങ്ങളെ ഒരു മാളുകളിലോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പ്രോഡക്റ്റ് ഷോപ്പ് നമുക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഗൂഗിളിന്റെ തന്നെ അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് അത് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ കുറച്ചും കൂടെ വ്യൂസ് കൂടും ചെയ്യും. പിന്നെ ഇതാണ് നിങ്ങൾ എല്ലാവരുടെ കമ്പനിന്റെ നോക്കിയാലും നിങ്ങളുടെ ഷോപ്പ് ഡെഫിനറ്റ്ലി 99% പിക്ലൂണ് നിങ്ങളുടെ കമ്പനി ഗൂഗിൾ തന്നെ നിങ്ങളെ കമ്പനിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന വീഡിയോ. ഇത് ഞാൻ എടുത്തതല്ല, ആക്ച്വലി ഇതിന്റെ കോപ്പിറൈറ്റ് ഗൂഗിൾ ആണ്, ഗൂഗിൾ തന്നെ ഇട്ടതാണ്. ആക്ച്വലി നമ്മൾക്ക് ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. എവിടൊക്കെയാണോ ആരെങ്കിലും ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കിയിട്ട് ആ ഷോപ്പ് എവിടെയാണ്, ഏതിന്റെ അടുത്താണ്, അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതും ഈ പുതിയത് വന്ന ഓപ്ഷനാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഷോപ്പിലും ഈ ഫോട്ടോ ഓൾറെഡി അവർ ഗൂഗിൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും ഇടവഴിയിലൂടെ പോലും ഗൂഗിൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലിയർ ആർക്കോ ഒരു വീഡിയോ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ. ഒരു ഡൗട്ട്. ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോസിബിൾ ആകുന്നത് ഒരു ഓഫ്ലൈൻ, അവർക്ക് ഒരു അഡ്രസ് ഉണ്ടാവുമല്ലോ, ആ അഡ്രസ്സിന്റെ പേരിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ബോർഡ് വേണ്ടി വരുന്നുണ്ടോ? അതെ, സമയങ്ങളിൽ ബോർഡ് ആക്ച്വലി ലിസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലിസ്റ്റ് ചെയ്തിടും. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നേരത്തെ നമുക്ക് നേരിട്ട് തന്നെ വെരിഫിക്കേഷൻ, വീഡിയോ കോൾ വെരിഫിക്കേഷൻ ഒക്കെ വന്നിരുന്നു. ഇപ്പം അവരത് അയച്ചിട്ട് തന്നെയാണ് വെരിഫിക്കേഷൻ വരിക. ഈ വെരിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഷോപ്പാണ്, എസ്പെഷ്യലി ഒരു പുതിയ സ്ഥലത്ത് പോയി ഒരു പുതിയ ഷോപ്പ് തുടങ്ങുകയാണ്, പിന്നെ ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഷോപ്പോ അല്ലെങ്കിൽ ഒരു ട്രോഫി ഷോപ്പോ എന്തെങ്കിലും ഒരു ഷോപ്പ്, ഫർണിച്ചർ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ആ ഫർണിച്ചർ ഷോപ്പിന്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അവിടെ പുതിയ ഷോപ്പ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഒന്നുകിൽ നിങ്ങൾ സാധാരണ അതിന് പറയാറുള്ളത്, നിങ്ങൾ പുതിയ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു കത്ത് കൊടുക്കണം, ഞങ്ങൾ ഇങ്ങനെ ഷോപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കണം എന്നുള്ളതാണ്, അവരോട് ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ പോസ്റ്റ്മാൻ, ഏറ്റവും ചുരുങ്ങിയത് പോസ്റ്റ്മാനോട് പറയാം, ഞങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് വരാനുണ്ട്, ഈ കത്ത് 2 ആഴ്ചക്കാണ് എടുക്കുക. ഈ കത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ അറിയിക്കണം, ഇവിടെയാണ് ഞങ്ങളുടെ ഷോപ്പ്, ഇത് ഗൂഗിളിന്റെ വെരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് പറയാം. അല്ലെങ്കിൽ സംഭവിക്കല് ഈ പോസ്റ്റ്മാൻക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് എവിടെയാന്നുള്ളത് അല്ല, കാരണം പുതിയ ഷോപ്പാണ്. ആക്ച്വലി ചിലപ്പോൾ അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഷോപ്പ് വല്ലാതെ വിസിബിൾ ആയിട്ടുള്ള ഷോപ്പും കൂടെ ആവില്ല. നേരത്തെ പറഞ്ഞ പോലെ മാളിന്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എത്ര ഷോപ്പാണുള്ളത് എന്നുള്ളത് ഈ പോസ്റ്റ്മാൻക്ക് അറിഞ്ഞോളാം എന്നല്ല. അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിടുക എന്നതാണ് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളുണ്ടല്ലേ, നമ്മൾക്ക് ഓൾറെഡി ലിസ്റ്റഡ് ആണ്, പക്ഷെ നമുക്ക് ആ ലെറ്റർ ഇതുവരെ കിട്ടിയില്ല. അപ്പൊ പോസ്റ്റ് ഓഫീസിൽ പോണോ? പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ആദ്യം ആക്ച്വലി നിങ്ങളെ ലെറ്റർ വന്നിട്ടുണ്ട് 1 or 2 പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത സമയത്ത് പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ട് നിങ്ങളെടുത്ത് അയാളെ കൊടുന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പ് ഇയാൾക്ക് അറിയണ്ടേ, കൊറിയർ അല്ലല്ലോ ഇത് വരിക, ബൈ പോസ്റ്റാ വരിക. ഇയാൾക്ക് അറിയണം നിങ്ങളുടെ ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ഇങ്ങനെ ഷോപ്പ്, നിങ്ങളെ ലൊക്കേഷൻ എവിടെയാണ്, സ്ഥലം എവിടെ? മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത്, കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ടെന്നുള്ള നിങ്ങളെ പോസ്റ്റ്മാൻക്ക് അറിയോ? കൊറിയറൊക്കെ എടുത്ത് വരാറുണ്ട്, കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് കൊടുന്നു തരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരോട് പ്രത്യേകം ഒന്ന് ഓർപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കത്ത് കൊടുക്കണം. ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട ശരിക്കും അവിടെ പോയി കത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇപ്പോഴും വെരിഫിക്കേഷന് വേണ്ടി ചെയ്യാട്ടോ. വെരിഫൈഡ് ആയിട്ട് ആകാത്തതാണെന്നുണ്ടെങ്കിൽ വേറെ ആർക്കും നിങ്ങളെ കമ്പനി ഓൺ ചെയ്യാൻ പറ്റും. അപ്പം ആരെങ്കിലും എടുത്താണ്ട് വെരിഫിക്കേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്ക് വെരിഫിക്കേഷൻ കിട്ടില്ല സ്വാഭാവികമായിട്ടും, പക്ഷെ എന്നാലും നമ്മൾ കയ്യിൽ നിന്ന് പോകാൻ സാധ്യത. ഒരു സംശയം, വെരിഫൈ ആയിനോ ഇല്ലല്ലോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വെരിഫൈഡ് തന്നെ ഉള്ളത് യു മാനേജ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ വരും ഇവിടെ കറക്റ്റ് ആയിട്ട്. പിന്നെ അതിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ സ്ക്രീനിൽ കാട്ടാൻ പറ്റുമോ സാറിന്? എങ്ങനെ സ്ക്രീനിൽ കാട്ടാൻ പറ്റുമോ? ഓക്കെ, റെഡി? ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? സാർ ഓക്കെ, കാണുന്നില്ല? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അത് പിന്നെ വേറെല്ലാം കൊണ്ടായിരിക്കും. ആക്ച്വലി നമ്മള് പിന്നെ
വെരിഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ വെരിഫൈഡ് അല്ലാന്ന് തന്നെ കാണിക്കും. യു ഹാവ് ടു വെരിഫൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മളെ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ. ഒരു സംശയം. ഓക്കെ, ഞാൻ നിലവിലത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഈ എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുമ്പോ ഒരു പോപ്പപ്പ് വന്നാല് അതിൽ താഴെ റിവ്യൂ ആൻഡ് എഡിറ്റ് യുവർ ബിസിനസ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫേം ബട്ടൺ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ അത് വരുന്നത് ഒരു എറർ മെസ്സേജ്, കാൺ സേവ് എഡിറ്റ് ട്രൈ അഗെയിൻ ലേറ്റർ. അതാണ് എപ്പോഴും കാണിക്കുന്നത്. ഇത് നിങ്ങള് പിന്നെ അവർക്ക് മാനുവൽ വെരിഫിക്കേഷൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് മാനുവൽ വെരിഫിക്കേഷൻ വേണ്ടി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചെയ്യുന്നത് അവര് ഇത്രയും സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും സ്ഥാപനങ്ങൾ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലി പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവർ AI വെച്ചിരിക്കുന്നതായി. AI ആണ് അത് ആ ഫിൽട്രേഷൻ കടമ്പ ചെയ്യുന്നത്. ഈ ഫിൽട്ടറിൽ AI ഒരിക്കൽ ഇതിന് എന്തോ ഒരു മാൽ പ്രാക്ടീസ് ഉണ്ട്, എന്തോ ഒരു അബദ്ധം ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അതങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്താലും അത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യണം മാനുവൽ വെരിഫിക്കേഷനിലേക്ക് പോകണം. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അതിലേക്ക് വരാനുള്ളത്. എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ആയതുകൊണ്ടും അത് ബോറടിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. കാരണം എല്ലാവരും മനസ്സിലാക്കുന്ന സംഗതി ആയതുകൊണ്ട്. കുറച്ചും കൂടെ അറിയാൻ പറ്റുമോ വെരിഫിക്കേഷൻ അതായിട്ട് നമുക്ക് ഇതിൽ എന്താണോ ഇതുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിൽ റിവ്യൂസിന്റെ ഓപ്ഷൻ കാണിക്കാറുണ്ട്. പൊതുവെ റിവ്യൂസ് അല്ല, അത് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുക്കാനുള്ള സാധനം കാണിക്കാറുണ്ട്, ബട്ടൺ കാണിക്കാറുണ്ട്. അതിന് പ്രത്യേക ലിങ്ക് തന്നെയാണ്. ആ ലിങ്കിലൂടെ ആ ലിങ്ക് തരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെങ്കിലും നമ്മൾ പ്രൂഫ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണം, നമ്മളെ പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ മൊബൈൽ നമ്പർ വെരിഫൈ ആവാത്ത ആൾക്കാരെ കുറെ ആൾക്കാർ ഉണ്ടാവുക. അവര് മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ ഇതാണെന്നുള്ളത് നമ്മളെ ബില്ലിലോ അല്ലെങ്കിൽ നമ്മളെ ഇൻവോയ്സിലൊക്കെ ഉള്ള നമ്പർ അതാണ്ട് കാണിച്ചു മാർക്ക് ചെയ്തിട്ട്. സാർ അതേപോലെ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ റിവ്യൂസ് റിമൂവ് ആണോ? സ്റ്റാർസ് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെ ഇല്ലാന്നാണ് ഇതുവരെയുള്ള അറിവ്. എനിക്ക് അറിഞ്ഞില്ല. അല്ല, ഇപ്പൊ ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും അതിന് ഇതില്ല, സ്റ്റാർസ് ഇല്ല, ഒക്കെ റിമൂവ്. ഏതെങ്കിലും അടിച്ചു നോക്കി. ഏതാ ഒരു ഉദാഹരണത്തിന്? സ്കൂളുകൾ ഇട്ടോ, സ്കൂള് മാത്രമല്ല ഓൺലൈൻ ഉണ്ടാ ഇതുണ്ടല്ലോ, ഫോർ എഡ്യൂക്കേഷൻ, UGC, NAT. സ്കൂളുകൾ എങ്ങനെ സ്കൂളുകൾ നോക്കി നോക്കി. ഇവിടെ എടരിക്കോട് PKMNHSS എടരിക്കോടാണുള്ളത്. എടരിക്കോടിന്റെ അത് നോക്കുമ്പോൾ ഇല്ല, ശരിയാ. അപ്പം ആ കാറ്റഗറിയിൽ എന്തോ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ മൊത്തത്തിൽ ഓഫ് ചെയ്തിരിക്കണ് അവര്. അതെന്തോ ഒരു ഇതിന്റെ പേരിലായിരിക്കും. എന്താന്നുള്ളത് ചെക്ക് ചെയ്യാം. ആക്ച്വലി നിങ്ങൾ തന്ന ഇൻഫർമേഷൻ നന്ദി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം, എന്താ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. കാരണം നമ്മള് നല്ലോണം കൊറേ റിവ്യൂസും ഇതൊക്കെ കേട്ടി റിവ്യൂ പോലും കാണുന്നില്ല. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബിസിനസ് ആണ്. ഫയല് അതില്ല. ഓക്കെ എന്താന്നുള്ള ഒന്ന് ചെക്ക് ചെയ്താ ഇനി എന്തെങ്കിലും തരികൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാറ്റഗറി എന്തെങ്കിലും മാറ്റി കൊടുക്കാനുണ്ടോ എന്നുള്ളത് നോക്കിയാണ്. കാരണം എയ്ഫറിന് കാണിക്കുന്നുണ്ട്. എയ്ഫർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ സ്കൂളുകളും കോളേജുകളാണ് ഇതിൽ പെടുന്നത്. എയ്ഫർ ഓൺലൈൻ അല്ലേ മെയിൻ ആയിട്ട്. ഓൺലൈൻ ആണ്, പക്ഷെ ഓൺലൈൻ തീരെ കിട്ടാൻ പാടില്ലാത്ത സ്ക്രീൻ ഷെയർ ഒരു സ്ഥാപനം ഇല്ലാത്ത ഇടാൻ പറ്റുമോ? ഓൺലൈൻ ട്യൂട്ടോറിയൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഗൂഗിൾ വാലിഡിറ്റി കിട്ടാൻ വിർച്വൽ റൂം മതിയോ? ഓഫീസായിട്ട് ഓൺലൈൻ ട്യൂട്ടറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കിട്ടാൻ പറ്റാണ്. കാരണം ആക്ച്വലി ഇത് റിയൽ ഫിസിക്കൽ സ്ഥാപനത്തിന് തന്നെ കിട്ടുള്ളൂ. അപ്പം അതിന് എന്തെങ്കിലും ഒരു അഡ്രസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് ആ വെരിഫിക്കേഷന് ഒരു കത്ത് അയക്കും. അവർ ഹൈദരാബാദിൽ നിന്നാണ് മിക്കവാറും വരാറുള്ളത്. ഈ കത്ത് ഡയറക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ അതൊരു കോഡ് ഉണ്ടാവും, ഒരു 6 അക്ക കോഡ്. ഈ കോഡ് അടിച്ചാലാണ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുക. ഈ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കയ്യിൽ കിട്ടണം. സ്ക്രീന് ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്യേണ്ടോ? അതെ, ഫ്യൂച്ചർ ബിസിനസിന്റെ കാര്യത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫ്യൂച്ചർ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് അഡ്രസ്സും സ്ഥലവും കിട്ടി. ഞാൻ അതിന് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ആ കാർഡ് ഡയറക്റ്റ് കയ്യിൽ എത്തണം. നിങ്ങളെ കയ്യിൽ ആ ഫിസിക്കൽ ആയിട്ടുള്ള
വെരിഫിക്കേഷൻ കോഡുള്ള കാർഡ് നിങ്ങളെ കയ്യിൽ എത്തെങ്കിൽ മാത്രമേ നിങ്ങളെ സ്ഥാപനം വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. എങ്ങനെ സാർ അതേപോലെ ഇപ്പൊ നമുക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അത് ഈസിയാണോ? ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഞാനൊന്ന് ഇന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞുതരാം. കാരണം ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാ ഡാറ്റയും റിവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ റിവ്യൂസ് അതേമാതിരി അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുമോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം. കാരണം അത് പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് റിവ്യൂസ് അങ്ങനെ തന്നെ മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. കാരണം ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ, ശരിക്കും ഉണ്ടെങ്കിലും നോക്കാൻ പറ്റും. മുമ്പ് അത് ചെയ്യാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഓൾറെഡി ഉള്ള സ്ഥാപനം പെർമനന്റ്ലി ക്ലോസ്ഡ് എന്ന് കാണിച്ചിട്ട് നമ്മൾ തന്നെ മാർക്കിയതിനു ശേഷം നമ്മൾ വേറെ ഓപ്പൺ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. രണ്ടും കൂടെ ഇതായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ലൊക്കേഷൻ നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ. എന്തെങ്കിലും അഡീഷണൽ കാർഡിന്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും. ഇതില് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പൊ ഇതിൽ കാണുന്ന ഗൂഗിൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ടല്ലോ. അതായത് പിന്നെ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പൊ അതിനൊരു എമൗണ്ട് പറഞ്ഞിട്ട് അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്വർടൈസ്മെന്റ് അല്ല ഇത്, ഈ സാധനല്ലേ? അതല്ല, അത് പിന്നെ ഗൂഗിളിന്റെ ആഡില് ഉള്ളത് മറ്റേ ഇതാണ്, എന്താ പറയാ, കീവേഡ് ആഡ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറി എന്നുള്ള കീവേഡ് നമ്മൾ ഒരു ലൊക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അത് പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ അതില് പിന്നെ നോർമലി 2 രൂപത്തിലുണ്ട്. PPC ഉണ്ട്, പേപ്പർ ക്ലിക്ക് ഉണ്ട്, അതുപോലെ തന്നെ മന്ത്ലി ഉള്ള ചാർജും ഉണ്ട്. അപ്പം ഈ 2 രൂപത്തിൽ നമുക്ക് ആ കീവേഡ് ഒരു ലൊക്കേഷന് വേണ്ടിയിട്ട് സ്വന്തമാക്കാം. അപ്പം അതിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് കാണിക്കൂലേ, അതിൽ ഏറ്റവും മുകളിൽ വരാൻ സ്പോൺസർ എന്ന് പറഞ്ഞ് കാണിക്കല് ആ കീവേഡിൽ വന്നിട്ടുള്ള നമ്മൾ കൊടുത്തുള്ള ആഡ് കൊടുത്തുള്ള കമ്പനികളാണ്. ആദ്യത്തെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന 2 സ്പോൺസർഡ് ആയിരിക്കും. ഞാൻ സ്ക്രീൻ സ്ഥാപനം ഇല്ലാത്ത ഒരാൾക്ക് ഗൂഗിളിൽ ആഡ് ചെയ്യാൻ കഴിയോ? ഒരു സർവീസ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക്? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആക്ച്വലി ഗൂഗിളിലെ മാപ്പ് മേക്കേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ഗൈഡ്സിന് അവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇങ്ങനത്തെ ആളുകളെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. ഉദാഹരണത്തിന് ചിലപ്പം ഇപ്പോ വയനാട് റിസോർട്ടിന് ഒരു സ്ഥാപനത്തിന് പേര് കൊടുത്താല് പിന്നെ ശരിക്കും അത് അപ്രൂവ് ആവാൻ പാടില്ലാണ്. അല്ലെങ്കിൽ കാലിക്കറ്റ് ബീച്ചിൽ ഒരു റിസോർട്ടിന് പേര് കൊടുക്കുക. എന്നിട്ട് കാലിക്കറ്റ് ബീച്ചിലെ ആൾക്കാർ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് സെർച്ച് ചെയ്യല്ലോ, എപ്പോഴും സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള സാധനമാണ്. ആളുകളെ വഴി തെറ്റിച്ചിട്ട് നേരെ ഈ റിസോർട്ടിലേക്ക് കൊണ്ടെത്തിക്കുക. ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാനുവലായിട്ട് അത് റിമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് അഷ്ടമുടി എന്ന് പറഞ്ഞിട്ട് അഷ്ടമുടി കായൽ റിസോർട്ട് എന്ന് പറയാനുള്ള ഒരു സാധനത്തിന് കുറച്ച് സമയത്ത് അങ്ങനെ ഒരിക്കലും റിവോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം ഇത് ആളുകൾ നല്ലതിന് വേണ്ടിയിട്ട് കൊടുത്ത ഇൻഫർമേഷൻ, പക്ഷെ ഇവരത് വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പ്രശ്നം വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ ഗൈഡ്സ് ആണ് അത് ചെയ്തു കൊടുക്കുക. ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതില് ഗൂഗിൾ ലോക്കൽ ഗൈഡ്സിന്റെ തന്നെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. അതിലൂടെ അവരെങ്ങനെ സാധനം ഉണ്ടാവും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അപ്പൊ അത് റിവോക്ക് ചെയ്യാറുണ്ട്. ഞാനിപ്പോ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടേ ബലൂണിന്റെ ഡെക്കറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫേസ്ബുക്ക് വഴിയൊക്കെ എൻക്വയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓഫീസായിട്ടൊരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടില്ല, ചെറിയൊരു സെറ്റപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഗൂഗിളിൽ ചെയ്യാൻ കഴിയോ? സ്ഥാപനം ഇല്ലേനും നിങ്ങൾക്ക് ആക്ച്വലി ഒരു സാധനം ചെയ്യാൻ കഴിയും. വെരിഫൈഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് കാർഡും ഫിസിക്കൽ ലൊക്കേഷനൊക്കെ ആവശ്യമുള്ളത്. ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്കൊരു സ്ഥലം മാർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഷോപ്പാണെന്ന് പറഞ്ഞാൽ നമുക്കിത് ഗൂഗിളിൽ ആഡ് ചെയ്തിടാം. പക്ഷെ ഇത് വെരിഫൈഡ് ആവില്ല. വെരിഫൈഡ് ആയെങ്കിലാണ് നമുക്ക് അതിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഇതായിട്ട് കിട്ടുള്ളൂ. അത് വേറെ ആരോ ഒരു അപരിചിതനായിട്ടുള്ള ഒരാള് ഉണ്ടാക്കിയത് പോലെ ഒരു പ്രൊഫൈൽ അവിടെ എടുക്കും. എനിക്കിപ്പോ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഒരാളവിടെ ആ കമ്പനി ഓൾറെഡി ഗൂഗിളിൽ വിസിബിൾ അല്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നേരെ ആ പേരിൽ എനിക്കൊന്ന് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അതിന് എനിക്ക് വെരിഫിക്കേഷൻ കിട്ടൂല. കുറെ കാലം ഞങ്ങൾ നാട്ടിലുള്ള ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പ്രൊഫൈലിന്റെ കയ്യിലായിരുന്നു. ഞാൻ ആദ്യം വെറുതെ ലിസ്റ്റ് ചെയ്തിട്ടാണ്
പിന്നെ കുറെ കഴിഞ്ഞ് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അവർ ഇന്ത്യക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വെറുതെ ഒന്ന് ചെയ്തിട്ടപ്പോൾ ഇന്ത്യ മൈ ബിസിനസ് അടിച്ചു നോക്കുമ്പോൾ ഈ സാധനം കൂടെ കാണും. അന്ന് എങ്ങനെ അതിന്റെ പേരിൽ കിടന്നതാണ്. പിന്നെ അങ്ങനെ ആയിക്കണിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ കമ്പനി വേറെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓൺ ദിസ് കമ്പനി എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ജ്വല്ലറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജ്വല്ലറി പൈകോട്, അപ്പൊ അവിടെ ഈ ശ്രീറാം ജ്വല്ലറി ഇത് നമ്മൾ വെരിഫൈഡ് അല്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും, ഓൺ ദിസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. ആ ബിസിനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് നമുക്കത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം വരെ ഈ ആദ്യം കൈയടക്കി വെച്ചിരുന്ന ആൾക്ക് മെയിൽ പോകും. നിങ്ങൾ 48 ടൈം ഉണ്ട്, നിങ്ങൾ ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കാൻ വേണ്ടി പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് മറ്റാളിലേക്ക് പോകും എന്നുള്ളത് അതിൽ മെസ്സേജ് വരും. അങ്ങനെയാണ് സംഭവം. ഇതില് 2 പേർക്ക് കൂടിയിട്ട് ഒരുമിച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഞാനിപ്പോ പറ്റും തീർച്ചയായും. അതിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് പ്രൊഫൈലിൽ നമ്മൾ എഡിറ്റർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതില് ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, എഡിറ്റർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അയാൾക്ക് ആക്സസ് സാധാരണ മറ്റേതിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആക്സസ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് തന്നെ ഒരു വേറെ സ്ഥലത്ത് എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് വേറെ തന്നെ അതിന്റെ ചെയിൻ ആയിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ തന്നെ ബിസിനസ് പ്രൊഫൈല് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാതെ ഓപ്ഷൻ ഉണ്ട്. എന്തായാലും ഞാൻ എവിടെ പീപ്പിൾ ആൻഡ് ആക്സസ്, ഇതിൽ നമുക്ക് ഇതിൽ ആർക്കൊക്കെയാണോ ആക്സസ് ഉള്ളത്, ഇതിൽ മാനേജറായിട്ട് ആക്സസ് ചെയ്യുക, ഓണറായിട്ടും പ്രൈമറി ഓണറായിട്ടും ഒക്കെ ആയിട്ട് ഇതിലേക്ക് ആളുകൾക്ക് ആക്സസ് കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ ആളുകളെ അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജർ പദവി അത് കൊടുക്കാൻ പറ്റും. അവർക്ക് പോസ്റ്റ് ചെയ്യാൻ, റിവ്യൂസിന് റിപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ നമ്മളെ കയ്യിൽ തന്നെ ആ സാധനം ഉണ്ടാവും ചെയ്യും, അത് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. അതായത് വെരിഫൈഡ് ആയോ ഇല്ലയോ എങ്ങനെ വെരിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഇതേപോലെ കാണിക്കൂല. വെരിഫൈഡ് എന്നതാണ്, അത് വെരിഫൈഡ് കാണിക്കുന്നില്ല. ഈ വെരിഫൈഡ് ഇതേപോലെ കാണിക്കൂല. പകരം വെരിഫൈ ചെയ്യാനുള്ള ബട്ടൺ ആണ് അവിടെ വരിക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ അഡ്രസ് ഒക്കെ കൊടുക്കാണ്ട് കത്തിന് വേണ്ടിയിട്ട് ഒരു കത്ത് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകും. ആ ഒരു ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു കത്ത് വരും. ഈ കത്ത് നമുക്ക് കൈക്ക് പറ്റാൻ പറ്റിയാൽ അത് വെരിഫിക്കേഷൻ ഒരു 12 ദിവസം മുതൽ 1 മാസം വരെയൊക്കെയാണ് എടുക്കുക. സിമ്പിളാണ്, അത് ചെയ്യാനുള്ള സിമ്പിളാണ്. പക്ഷെ അത് കിട്ടാൻ എപ്പോഴും മുടങ്ങി പോകുന്നത് സംഭവിക്കുന്നത് പിന്നെ ഈ പോസ്റ്റ്മാൻ ഇത് നമുക്ക് കൊണ്ടുവരാതിരിക്കുക. ഈ പോസ്റ്റ്മാൻ ഈ പുതിയ ഷോപ്പ് ഇവിടെ വന്നത് അറിയാതിരിക്കുക. ഞങ്ങൾ പാലക്കാട് ഞാൻ മുമ്പ് ആദ്യം തുടങ്ങിയ സമയത്ത് അവിടെ ജോബിസ് മാളില് ഇതേപോലെ ഒരു ഷോപ്പ് രജിസ്റ്റേർഡ് ഒന്നല്ല, ആക്ച്വലി നമ്മൾ നമ്പർ ഒന്നുള്ള ഷോപ്പല്ല, എങ്കിൽ പോലും ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിരുന്നു. ലിസ്റ്റ് ചെയ്തപ്പം ഈ പോസ്റ്റ്മാനെ ഞാൻ കണ്ട് നിങ്ങൾ ഇത് കൊണ്ടുവരാത്തപ്പം മൂപ്പര് അന്നേരം അത് അവിടെ ഷോപ്പിൽ നമ്പർ ഒന്നും ഇല്ല, തരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം, ഇതാണ് ഷോപ്പ്, ഇത് ഗൂഗിളിൽ നിന്ന് വന്ന ലെറ്റർ ആണ്, നിങ്ങൾ എന്ത് കാരണത്താലാണ് നിങ്ങൾ അതൊക്കെ ഡിനേ ചെയ്യുക, ഞാനത് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയാളേക്ക് ആ ലെറ്റർ കൈപ്പറ്റാണ് ചെയ്തത്. ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ കിട്ടും. ഇതാണ് സംഭവം. ആക്ച്വലി ഇപ്പം മാളുകളിലൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പുകൾക്ക്, ഉദാഹരണത്തിന് നമ്മുടെ ഈ ഫുട്വെയറിലുള്ള ഷോപ്പുകൾ ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ഏരിയകളിലെ ഷോപ്പുകൾ, ഇനി റൂമായിട്ടല്ലാത്ത ഷോപ്പുകൾക്ക് നമ്പർ ഉണ്ടാവില്ല, നിർമ്മിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ പെർഫ്യൂമിന്റെ ഉണ്ടാവും, ഇതിനൊന്നും നമ്പർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ സമയത്ത് അവിടെ ഇതേപോലെ റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സാർ, അതായത് ഇപ്പോ എന്റെ ഇപ്പൊ ഫ്രണ്ട്സിനെ കൊണ്ട് ഇപ്പൊ ഞാൻ റിവ്യൂ ഇടിപ്പിച്ച അവരത് റിവ്യൂ ഇടുന്നുണ്ട്, അത് സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്റെ സ്ഥാപനത്തിന് ആ റിവ്യൂ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇത് റീസെന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൂഗിൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഈ കാര്യത്തിൽ. കാരണം അവരെ ട്രസ്റ്റ് നിലനിർത്തുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവര് ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതേപോലെ സംഗതികൾ നേരത്തെ ഉണ്ട്. നമ്മളെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്ന സാധനമാണെങ്കിൽ പൊതുവെ അത് റിമൂവ് ആവാറുണ്ട്. അപ്പൊ അതുപോലത്തെ എന്തോ സംഗതിയാണ്. ഒരു ബോർഡർ നമ്പറിൽ ഓരോ വിസ നമ്പറും പിന്നെ
ഇതെന്താ പറയാ, നമ്മളിപ്പോ ഷോപ്പ് ഈ ഗൂഗിൾ നമ്മളുടെ എല്ലാ പ്രൊഫൈലും വാച്ച് ചെയ്യണമെന്ന് ചെറുപ്പത്തിന് വേണ്ടി അറിയാം. കുറച്ച് ഷോർട്ട്. ഇപ്പൊ നമ്മളുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാല് നമ്മളുടെ ട്രാക്കിങ് നമ്മൾ എവിടെയൊക്കെയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയ്യോ ടൈം ലൈൻ നമ്മൾ സാധനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാലും ഇതിൽ കാണാൻ പറ്റും. സോറി, ഇത് മാപ്പിലെ കാണിക്കുന്നുള്ളൂ. മാപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും എവിടെയൊക്കെയാണ് എങ്ങോട്ടൊക്കെയാണ് പോയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. നമ്മൾ ഒരു ദിവസം വിസിറ്റ് ചെയ്ത ഷോപ്പ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഷോപ്പുകളാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഷോപ്പുകളിലേക്ക് റിവ്യൂ ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആ റിവ്യൂ വേഗം പോസ്റ്റ് ആവും. ക്ലിയർ അല്ലേ? നമ്മൾ പോയ ലൊക്കേഷൻ കാണിച്ചു, അപ്പൊ ഈ ഷോപ്പുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്യണമെന്ന് ചോദിക്കും. അവരെന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് റിവ്യൂ ചെയ്യണമെന്നുള്ള ചോദിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് സുഖമായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും. അല്ലാത്തതാണ് റിവ്യൂസ് മിസ്സാവുക. കാരണം അവരുടെ കണക്ഷനുള്ള സാധനങ്ങളാണ്, അല്ലാത്ത മിസ്സാവാൻ സാധ്യത. ശരിക്കും പോലും ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറെ ആളുകൾ പരാതി പറഞ്ഞിരുന്നു അങ്ങനെ റിവ്യൂസ് ഡ്രാസ്റ്റിക്കലി കുറയുന്നുണ്ട്. സർ അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സർ. സർ എന്റെ നോളജ് വെച്ചിട്ട് എന്താ പറയുക സർ, അത് ഗൂഗിളില് ഭയങ്കര ഇപ്പൊ മാപ്പ് ഉണ്ടല്ലോ, ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാല് ആക്ച്വലി ആ ആള് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടോ, അതായത് അവര് ഗൂഗിൾ മാപ്പിന്റെ ഹിസ്റ്ററി വെച്ചിട്ട് അവര് അത് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സർവീസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സർവീസ് കൊടുക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലേ, ആ നമ്പർ ഡെയിലി ഇന്ററാക്ഷൻസ്, അതായത് ഇപ്പൊ എന്റെ ഒരു കമ്പനി ഉണ്ട്, എന്റെ കമ്പനിയിൽ എന്റെ സ്റ്റാഫ് പറ്റി ഇപ്പൊ കർട്ടൻ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ പോയാണ് എന്റെ സ്റ്റാഫിന്റെ ഇത് നോക്കൂ, എന്റെ ഷോപ്പിലേക്ക് വരുന്ന റേഷ്യോ നോക്കൂ. അവർ ഇന്ന ആൾക്കാർ ഡെയിലി വരുന്നുണ്ടെങ്കിൽ അവർ ഷോപ്പിന്റെ സ്റ്റാഫ് എന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവർ വേറെ വീട്ടിലേക്ക് പോയിട്ട് അവർ റിവ്യൂ അടിച്ചാൽ ആ റിവ്യൂ വരും. അതെ 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 അതെ. ഇത് ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട്, കാരണം ജെമിനൈ വന്നല്ലോ. ജെമിനൈക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡാറ്റ കൊടുക്കാൻ കഴിയണം കസ്റ്റമേഴ്സിന്. അപ്പം ഈ നേരത്തെ SEO ചെയ്യുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. SEO കംപ്ലീറ്റ് മാൾ പ്രാക്ടീസ് ആണല്ലോ. നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മളെ കമ്പനിനെ കുറിച്ചിട്ട് കുറെ കീവേഡുകൾ പല സ്ഥലങ്ങളിലായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. കുറെ പിന്നെ ബാക്ക് ലിങ്കുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാനുവലി നമ്മളെ കമ്പനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടൊക്കെയാ കോറ, അതുപോലെ എവിടൊക്കെയാണോ നമുക്ക് നമ്മുടെ പേര് വരുത്താൻ പറ്റുക, കൂടുതൽ സമയത്ത് കൂടുതൽ ഏരിയകളിൽ പേര് വരുത്താൻ പറ്റുക, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് AI വന്നതോടുകൂടി ഇത് നിഷ്പ്രഭാവമാണ്. കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള സാധനത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് നിലനിർത്താൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇത് അവർ റിമൂവ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ബാക്ക് ലിങ്ക് വരുന്നത് വെബ്സൈറ്റിലേക്കുള്ള ആൾക്കാർക്ക് അറിയാം വെബ്സൈറ്റിലേക്ക് എവിടുന്നൊക്കെയാണ് ഡാറ്റ വരുന്നത് എന്നുള്ളത്. ഞാൻ വളരെ 2-3 മാസം മുമ്പ് ഒരു ഓർഡർ നേരെ വന്ന ChatGPT 4 മിനിറ്റ് ആണ് ആ ഓർഡർ പ്ലേസ് ആവാൻ അവർ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് വന്നു, ആ സമയത്ത് തന്നെ നോക്കി ഫസ്റ്റ് സെഷനിൽ തന്നെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. കാരണം അവർ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് AI-നെ. ഇപ്പൊ നമ്മളൊക്കെ ഗൂഗിളിനെക്കാളും ട്രസ്റ്റ് ചെയ്യുന്നത് AI-നായി മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ChatGPT പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പറഞ്ഞ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, 29:35 ഒരു ഒറ്റ ഡൗട്ട് എന്തറിയോ, ചിലപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുമ്പോ നമ്മളെ വീഡിയോസ് മിക്കവാറും, കാരണം നമുക്ക് ഈ പോസ്റ്റ് ഡെയിലി പോസ്റ്റ് ചെയ്താല് നമ്മളെ റിവ്യൂ എല്ലാം കൂടുമല്ലോ, നമ്മളെ SEO കൂടും. അപ്പൊ ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോസ് ഇല്ലേ അപ്ലോഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? വീഡിയോസ് നേരത്തെ ഞാൻ റീസെന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കില്ല. റീസെന്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മളത് കുറെ വീഡിയോസ് ഇതിലുണ്ട് ഓൾറെഡി. പിന്നെ അതൊക്കെ വീഡിയോസ് ആണ്. ഞാനിപ്പോ ഷെയർ ചെയ്തത്. ഇതിൽ വീഡിയോസ് ഉണ്ടായിരുന്നു. വീഡിയോസ് എനിക്ക് തോന്നുന്നു അതിന്റെ സൈസ് കൂടുതലായിട്ടാണ്. ഞാൻ അടുത്തൊന്ന് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന്റെ MP4 ഫോർമാറ്റ് MP4 ആവണം, പ്ലസ് സൈസ് കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. ഒരു എത്ര MB ഉണ്ട്, ആ MB കൂടുതൽ ആവുമ്പോഴാണ് അത് അപ്ലോഡ് ആവാത്തത്. സൈസ് കുറച്ചാ കയറും. സാർ അതല്ലാതെ ഈ മ്യൂസിക്കോ അല്ലെങ്കിൽ ഈ കോപ്പി റൈറ്റ്സ് ഉള്ളതെങ്കിലും ആ പ്രോബ്ലംസ് വരാൻ സാധ്യതയില്ല. ഇതിനാവശ്യം ഇവരെ കാരണം അത് റവന്യൂ സ്ട്രീമിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണില്ലല്ലോ. അപ്പൊ ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? വീഡിയോസാ എന്താണ്
AI ജനറേറ്റ് ഇമേജ് പോസ്റ്റേഴ്സ് മാത്രം പോസ്റ്റ് ചെയ്യാം അത് പ്രശ്നമൊന്നുമില്ല. അതിൽ വിഷയമൊന്നുമില്ല, ഇല്ല. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഒന്നുമില്ല. അല്ല അതിന്റെ എന്തായാലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നില്ല ചേട്ടാ. AI ആണെന്നുള്ള സാധനം മാത്രമല്ല. ഓക്കെ. ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ നോഫൽ സാഹിബ്. ഒരു എങ്ങനെ വെരിഫൈഡ് ആവാതെ വാട്സപ്പ് ആഡ് മാക്സിമം വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള മാക്സിമം സൈസ് 75 MB ആണ്. നമ്മളിപ്പോഴത്തെ എഡിറ്റ് ചെയ്ത് ഇറങ്ങുന്ന വീഡിയോസ് ഒക്കെ മിനിമം അതിനേക്കാൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അത് കയറാത്തത്. 30 സെക്കൻഡുള്ള വീഡിയോസ് ആണ്. സാർ എന്താ പറഞ്ഞേ? വെരിഫൈഡ് ആകാതെ വാട്സപ്പ് ഇല്ല നമ്പർ ഉണ്ടല്ലോ വാട്സപ്പ് ചാറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഇതില് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഫിസിക്കൽ അഡ്രസ് ഉള്ളവർക്കാണ് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെ. നിങ്ങൾക്ക് ഏതോ അർത്ഥത്തിൽ നിങ്ങളുടെ വീടിന്റെ അഡ്രസ് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഫിസിക്കൽ അഡ്രസ്, നേരത്തെ പറഞ്ഞ പോലെ കത്ത് കിട്ടാനുള്ള ഫിസിക്കൽ അഡ്രസ് നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉപയോഗിക്കാൻ പറ്റുക. അല്ലാത്തവർക്ക് പക്ഷെ അതിന്റെ പല ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ പറ്റും. പല ഫീച്ചേഴ്സും നമുക്ക് കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്ക് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് അതിന്റെ ഓണർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആസ്ക് റിവ്യൂ ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ എഡിറ്റ് പ്രൊഫൈലിലേക്ക് പോകണം. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് റിവ്യൂ ചെയ്യാനുള്ള സാധനം കിട്ടുക. അങ്ങനെ നിങ്ങൾക്ക് ഒരാൾ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും പിന്നെ ഇതാവൂല, മിസ്സായി പോകൂല. അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ഇട്ടുതരാം. ഞാൻ നമ്മളെ എവിടേക്കാണ് വരുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇട്ടുതരാം. നമ്മുടെ റിവ്യൂ ഒരു ഫീഡ്ബാക്ക് ഫോമിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള റിവ്യൂ ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. നഫൽ സാഹിബ് നമ്പർ കുറെ പേര് കൊടുക്കാൻ. നമ്പർ ഞാൻ അയക്കാം. ആസ്ക് റിവ്യൂ ഒരു ഷാനവാസ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാനിപ്പോ ഒരു പിക്ലൂണിന്റെ തന്നെ റിവ്യൂ ഇടാനുള്ള സാധനം, ആ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് റിവ്യൂവിന്റെ സാധനം കൊടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ റിവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും സജഷൻസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ, നമ്പർ നമ്പർ ചാറ്റിലിട്ടാ മതി. നമ്പർ ചാറ്റിലിട്ടാ മതി. നിങ്ങൾ ഒരു സജഷൻ വന്നത് നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. സോളിഡ് എങ്ങനെയാണ് അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ് എന്നുള്ളത് നമുക്കൊരു വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. നഫൽ സാഹിബ് ഒന്ന് ശ്രദ്ധിക്കണേ. അതെ, എങ്ങനെയാണ് വെരിഫിക്കേഷൻ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ. അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് അത് വെരിഫിക്കേഷന്റെ ഇതിലേക്കുള്ള പ്രോസസ്സ്. അതായത് വെരിഫിക്കേഷൻ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ വീഡിയോ ചെയ്യേണ്ടതായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഈ SEO ചെയ്യുന്ന ഒന്ന് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു മീറ്റ് വെക്കാൻ പറ്റുമോ? ഓൾമോസ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സാർ ചെറിയൊരു ഓഫ് ടോപ്പിക് ഡൗട്ട്. സാറിന് ഈ ലോക്കൽ ഗൈഡ്സിൽ ഇങ്ങനെ റിവ്യൂ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കണോ? കിട്ടാറുണ്ട്. എന്താ കിട്ടില്ലേ? എനിക്ക് ഒരിക്കലും കിട്ടിയിരുന്നത്
പിന്നെ സോക്സ് ചെറിയ അവരുടെ, പിന്നെ മറ്റേ 1 TB സ്റ്റോറേജ് കിട്ടിയിരുന്നു ഒരു 3 വർഷം വരെ. 1 TB സ്റ്റോറേജ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. പക്ഷെ അതൊക്കെ ട്രാപ്പാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാല് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 TB സ്റ്റോറേജ് നേരെ 15 GB പോകും. അന്നേരം നമ്മൾ അവിടെ ആ ബാക്കി ലോക്കൽ ഗൈഡിന്റെ ലെവൽ എന്തോ അല്ലേ, എത്രയായിരുന്നു സർ? 8 ആണ്. 15,000 പോയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ചെയ്യലില്ല. പക്ഷെ അതൊക്കെ ഒരു രസമുള്ള സമയമായിരുന്നു. അതിങ്ങനെ കൂടുന്നതും അതിലിങ്ങനെ പോയിന്റ് കൂടുന്നതും അതിൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് എത്തുന്നതൊക്കെ ഉള്ള ഒരു സാധനം. നിങ്ങൾക്ക് എത്രയാണ് പോയിന്റ് എത്ര ഉള്ളത്? ഞാൻ കൊറേ കാലം ഞാൻ നോക്കുക, എവിടെ നോക്കുക നോക്കട്ടെ. അത് ഗൂഗിളിൽ തന്നെ ഉണ്ടാവുമല്ലോ. കോൺട്രിബ്യൂട്ട് ഞാൻ ലെവൽ 5 ആണ്. ലെവൽ 5 തന്നെയാണ് ഞാൻ. ലെവൽ 6ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ളത് ഇന്ത്യയുടെ 8 ആണ്. 18,000 പോയിന്റ് ആണ് ഉള്ളത്. 15,000 പോയിന്റിലേക്ക് എത്തിയാലാണ് ഇനി അത് എന്താ പറയാ അടുത്ത ലെവലിലേക്ക് പോകുള്ളൂ അല്ലേ? അടുത്ത ലെവലിലേക്ക്. ഓക്കെ, ഏതായാലും സമയത്ത് തീർക്കാൻ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതോട് ക്ലോസ് ചെയ്യാം അല്ലേ സലീംക? ആരെങ്കിലും 1-2 ആൾക്കാരൊന്ന് ഒരു അഭിപ്രായം പറയും. ബേസിക് മുതൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, കാണിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. നല്ല ഇൻസൈറ്റ്ഫുൾ സെഷൻ ആയിരുന്നു. Q&A സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും അതും പറയട്ടോ. അസ്സലാമലൈക്കും നഫൽ ഭായ്, താങ്ക് യു വെരി മച്ച്. ഇത് ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഗൂഗിളിന്റെ ഒരു ഇന്റീരിയർ അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ഇൻസൈറ്റ് കിട്ടിയത്. ഒരു ഫ്യൂച്ചർ ഓണ്ടർപ്രണർ ആണ് ഇൻഷാ അല്ലാ. അപ്പം ഇത് വലിയൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, എവിടെ തുടങ്ങണം ഇപ്പൊ ക്ലിയർ ആയി. അപ്പം താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒറ്റ മിനിറ്റും കൂടെ 8:45 നമ്മൾ ക്ലോസ് ചെയ്യാം അല്ലെ? അലീംക, ആരെങ്കിലും ഒരാളും കൂടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ഓക്കെ, ഞാൻ ഓക്കെ പറഞ്ഞോളൂ. Okay, thank you very much everyone. നല്ല നൗഫൽ സാഹിബ് പേഴ്സണലി ഇൻഫോർമേറ്റീവ് ക്ലാസ് തന്നെയായിരുന്നു എനിക്കും. ഞാനും ഒരു ലോക്കൽ ഗൈഡ് ആണ്. ആ അർത്ഥത്തിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനാണ്. ശരിക്കും വാട്സപ്പ് ചാറ്റ് വന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാട്സപ്പ് ചാറ്റ് ഇപ്പോ ഈ ക്ലാസ്സിനിടയിൽ തന്നെ എന്റെ ബിസിനസ്സിലേക്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി. ഓക്കെ, അപ്പോ താങ്ക് യു വെരി മച്ച്. സോളിഡിന്റെ ഭാഗത്തു നിന്നും ക്ഷണം സ്വീകരിച്ചിട്ടുള്ള എല്ലാ സംരംഭകർക്കും ഫ്യൂച്ചർ സംരംഭകർക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ വാല്യുബിൾ ആണ്. ഞങ്ങളുടെ ഫോം ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നമ്മള് ഫെബ്രുവരി 8-ന് മീഡിയ വൺ ടിവിയും സോളിഡ് ബിസിനസ് ക്ലബും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഇവന്റ്, ഫ്യൂച്ചർ എന്റർപ്രണേഴ്സിനൊക്കെ ഗുണമുള്ള ഒരു സാധനമാണ്. ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ്. സോളിഡ് ബിസിനസ് ക്ലബ് ആണ് അതിന്റെ അസോസിയേറ്റ് പാർട്ട്നേഴ്സ്. സോളിഡ് ബിസിനസ് ക്ലബിലെ മെമ്പർ ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും അലീംഖാൻ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ടിനുള്ള കോഡ് ലഭിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ അലീംഖാൻ? നാളെ ക്ലോസ് ചെയ്തു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു നൗഫൽ. ബൈ ബൈ.